ചെറുകിട വ്യാപാര മേഖല അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയെയാണ് ഇന്ന് നേരിടുന്നത്. ആ പ്രതിസന്ധിക്ക് കാരണങ്ങൾ നിരവധിയാണ്. ഓൺലൈൻ വ്യാപാരമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതോടൊപ്പം തന്നെ മുക്കിലും മൂലയിലും സൂപ്പർ മാർക്കറ്റുകളും തഴച്ചു വളരുകയാണ്. ഇതെല്ലാം ബാധിക്കുന്നത് ചെറുകിട വ്യാപാരികളെയാണ്. ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചതാണ്, സർക്കാരുകൾക്ക് മുന്നിൽ വെച്ചതാണ്. പക്ഷേ അന്നൊന്നും ആരും അത്ര ചെവിക്കൊണ്ടില്ല. അതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്. വ്യാപാരി സമൂഹം എന്ന് പറയുന്നത് നമുക്ക് ഏതൊരാവശ്യത്തിനും സമീപിക്കാവുന്ന ഒരു വിഭാഗമാണ്. നമ്മുടെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അവർ മാത്രമേ നമുക്കൊപ്പം ഉണ്ടാവുകയുള്ളൂ. ഇതാണ് നാട് തിരിച്ചറിയേണ്ടത്. ഇന്ന് നാം തിരിച്ചറിയാത്തതും ഇതൊക്കെ തന്നെയാണ്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഓൺലൈനായി വാങ്ങുന്ന നമ്മൾ തന്നെയാണ് ഈ വ്യാപാര മേഖലയുടെ പ്രതിസന്ധിക്ക് പ്രധാന കാരണക്കാർ. കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവർ ഇന്ന് പരിശോധിക്കുന്നത് ഈ വ്യാപാര മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മളോടൊപ്പം അതിഥിയായി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കണ്ണൂർ ജില്ലാ പ്രസിഡന്റുമായ ദേവസ്യ മേച്ചേരിയാണ് ചേരുന്നത്. ദേവസ്യ മേച്ചേരി എന്ന വ്യാപാരിയേക്കാൾ അദ്ദേഹം ഈ മേഖലയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ച ഒരു നേതാവ് കൂടിയാണ്. ഒരുപക്ഷെ ടി നസുദ്ദീൻ എന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ എക്കാലത്തെയും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് കഴിഞ്ഞാൽ ദേവസ്യ മേച്ചേരിയാണ് വ്യാപാരി സമൂഹം പ്രതീക്ഷയോടെ കാണുന്നത്. എന്തായാലും ഈ മേഖലയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ ദേവസ്യ മേച്ചേരി നമ്മളുമായി പങ്കുവെക്കും. എല്ലാ പ്രേക്ഷകർക്കും BMH കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവറിലേക്ക് ഹൃദ്യമായ സ്വാഗതം ദേവസ്യ മേച്ചേരി. നമുക്ക് നിങ്ങൾ നേരിടുന്ന ആ പ്രശ്നങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്തൊക്കെയാണ് വ്യാപാര മേഖലയിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ചെറുകിട വ്യാപാര മേഖല കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഉപഭോക്താക്കളുടെ ക്രയശേഷി കുറഞ്ഞു വരികയാണ്. കാർഷിക മേഖലയുടെ തകർച്ച വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. കൃഷിക്കാരൻ കൃഷിഭൂമി ഉപേക്ഷിച്ചിരിക്കുന്നു. ഇവിടെ ജനിച്ചു വളർന്നവർക്ക് തൊഴിലവസരങ്ങൾ ഒന്നും തന്നെ ലഭ്യമല്ല. 10ാം ക്ലാസ് കഴിഞ്ഞ ആളുകൾ ഉപരിപഠനത്തിന് വേണ്ടി വിദേശത്തെയാണ് ആശ്രയിക്കുന്നത്. ഓരോ വർഷവും ലക്ഷക്കണക്കിനായിട്ടുള്ള ആളുകൾ വിദേശത്തേക്കും അന്യ സംസ്ഥാനത്തേക്കും വിദ്യാഭ്യാസം ഉപരിപഠനത്തിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ചിലവുകൾ കോടിക്കണക്കിന് രൂപയുടെ പണം കേരളത്തിൽ ഉപഭോക്താക്കൾ ചെലവഴിക്കേണ്ടത് അന്യ സംസ്ഥാനങ്ങളിലേക്കും അന്യ രാജ്യങ്ങളിലേക്കും പോവുകയാണ്. ഇവിടെ അഭ്യസ്തവിദ്യരായിട്ടുള്ള യുവതി യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ ലഭിക്കുന്നില്ല. അതിൻ്റെ ഫലമായി ഇന്ന് നമ്മുടെ ജില്ലയിലും കേരളത്തിലും ഓരോ വീടുകളും എടുത്ത് പരിശോധിച്ചാൽ 20 വയസ്സിന് മേലെ 40 വയസ്സ് 45 വയസ്സിന് താഴെയുള്ള ഒരാളെ പോലും ഒരു വീട്ടിലും കാണാൻ വേണ്ടി കഴിയുന്നില്ല. ഇവിടെ തൊഴിലിന് സുരക്ഷിതത്വമില്ല, സമാധാനമില്ല. വിദേശ രാജ്യങ്ങളിൽ പോയാൽ തൊഴിലിന് സുരക്ഷിതത്വമുണ്ട്. അവരുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിനായാലും ചികിത്സയ്ക്കായാലും ഇനി 60 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പെൻഷൻ അടക്കമുള്ള ഒരുപാട് ആനുകൂല്യങ്ങളും പദ്ധതികളുമാണ് അവിടുത്തെ ഗവൺമെൻറ് ജനങ്ങൾക്ക് വേണ്ടി നൽകുന്നത്. എന്നാൽ ഇവിടെ അതൊന്നും ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഇവിടുന്ന് തൊഴിലിന് വേണ്ടി പോകുന്നവർ വിദേശത്ത് സ്വന്തമായി താമസം ഉറപ്പിക്കാനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഫലമായി ഇവിടെ ജനങ്ങളില്ല. ഇവിടെ ഉള്ള തൊഴിൽ പീഡിക തൊഴിലാളിയായാലും മറ്റ് നാടൻ പണിക്കായാലും ബംഗാളിൽ നിന്നും മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും തൊഴിലാളികൾ കടന്നു വരികയാണ്. അവർ തൊഴിൽ ചെയ്താൽ അവർക്ക് കിട്ടുന്ന പണം അവരിവിടെ ചെലവഴിക്കുന്നത് ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് 2 കിലോ മൈദയ്ക്കും റവയ്ക്കും തക്കാളിയും മേടിച്ചാൽ അവരുടെ കാര്യം തീരുകയാണ്. അവർക്ക് കിട്ടുന്ന വരുമാനം അവരവരുടെ സ്വന്തം വീട്ടിലേക്ക് സ്വന്തം സ്ഥലത്തേക്ക് അയക്കുകയാണ്. അപ്പോൾ ഇവിടെ പൈസയുടെ റൂളിങ് നടക്കുന്നില്ല. ആ റൂളിങ് നടക്കാത്തത് കൊണ്ട് തന്നെ ചെറുകിട വ്യാപാര മേഖലയിൽ യാതൊരു തരത്തിലുള്ള കച്ചവടമില്ല.
വ്യാപാര സ്ഥാപനത്തിൽ കച്ചവടമില്ലാതെ വരുമ്പം ചുമട്ടുതൊഴിലാളികൾക്ക് പണിയില്ല, പീടിക തൊഴിലാളികൾക്ക് പണിയില്ല, ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് പണിയില്ല. അപ്പോൾ അവരുടെ കുടുംബം പട്ടിണിയാണ്. അവർക്ക് വരുമാനം മുട്ടാതെ വരുമ്പം അവരും സാധനം വാങ്ങാതെ പട്ടിണിയിൽ വീട്ടിൽ കഴിയേണ്ടതായിട്ട് വരുന്നു. അത് ഒരു വ്യാപാര പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുകയാണ്. അതിൻ്റെ ഇടയിലാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ കടുത്ത നിയന്ത്രണം ചെറുകിട വ്യാപാര മേഖലയിൽ കൊണ്ടുവരുന്നു. ചെറിയ വ്യാപാരികൾക്ക് അത് അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും പ്രാവർത്തികമാക്കാനും കഴിയുകയില്ല. എന്നാൽ വൻകിടക്കാർക്ക്, മാർജിൻ ഫ്രീ ഷോപ്പുകാർക്ക് മാത്രം പ്രാവർത്തികമാക്കാൻ കഴിയത്തക്ക വിധത്തിലുള്ള നികുതി ഘടനകളും ലൈസൻസ് സമ്പ്രദായങ്ങളുമാണ്, തൊഴിൽ നിയമങ്ങളുമാണ് ഈ മേഖലയിൽ ഗവൺമെൻറ് അടിച്ചേൽപ്പിക്കപ്പെടുന്നത്. ഇന്ത്യ ഗവൺമെൻറ് കൊണ്ടുവരുന്ന നിയമങ്ങൾ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും എല്ലാ സംസ്ഥാനത്തും ബാധകമാണ്. എന്നാൽ നിയമങ്ങൾ അനുസരിക്കുന്ന കാര്യത്തിലും അത് പ്രാവർത്തികമാക്കുന്ന കാര്യത്തിലും കേരളം ഏറെ മുന്നിലാണ് എന്നത് ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. കേരളത്തിൽ ചെറിയ ശിക്ഷ ചെയ്താൽ പോലും, അറിവില്ലാതെ വരുന്ന ചെറിയ വീഴ്ചയ്ക്ക് പോലും വലിയ ഫൈനും വലിയ ശിക്ഷയുമാണ് ചെറുകിട വ്യാപാരികൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത്. എന്നാൽ മറ്റു പല സംസ്ഥാനങ്ങളിലും ചെറുകിട വ്യാപാരികളെ, ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ 3-4 കൊല്ലത്തേക്ക് നികുതികളില്ലാതെ ലൈസൻസ് ഫീസിൽ ഇളവ് വരുത്തിക്കൊണ്ട് നിയമങ്ങൾ കർശനമാക്കാതെ അവർക്കവിടെ സ്വൈര്യമായി സമാധാനത്തിൽ വ്യാപാരം ചെയ്യാനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നു. ഇവിടെ അതുകൂടാതെ നിങ്ങളാദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഓൺലൈൻ വ്യാപാരം, ആ ഓൺലൈൻ വ്യാപാരത്തിന് യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടില്ല. അതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി, ലൈസൻസ് ഫീസ് ഏർപ്പെടുത്തി, നികുതികൾ ഏർപ്പെടുത്തി, അതും സാധാരണ വ്യാപാരത്തോട് ചേർത്ത് പിടിക്കുന്ന സമീപനം സ്വീകരിച്ചാൽ അവരോട് മത്സരിച്ച് കച്ചവടം ചെയ്യുന്നതിനും വ്യാപാരികൾക്ക് യാതൊരു തരത്തിലുള്ള പ്രയാസവും ഇല്ല. പക്ഷേ അത് ഗവൺമെൻറ് കൈകാര്യം ചെയ്യുന്നില്ല. പിന്നെ പലപ്പോഴും വഴിയോര വ്യാപാരം, ആ വഴിയോര വ്യാപാരം കടകളിൽ നശിച്ചു പോകുന്ന സാധനം മുൻകൂട്ടി കണ്ടുകൊണ്ട് മണിക്കൂറുകൾ കഴിഞ്ഞാൽ പൂർണ്ണമായും പണം നഷ്ടപ്പെടുന്ന സാഹചര്യം വരുമ്പം അത് വണ്ടിയിൽ കൊണ്ടു നടന്ന് വ്യവസ്ഥാപിതമായ മാർക്കറ്റിൽ വ്യാപാരം ചെയ്യുന്ന വ്യാപാരികളുടെ കടകളുടെ മുന്നിൽ വെച്ച് ഒരുപക്ഷെ അല്പം വിലക്കുറവ് ഉപഭോക്താക്കൾക്ക് തോന്നത്തക്ക വിധത്തിൽ ഉപയോഗശൂന്യമായ സാധനങ്ങൾ വരെ വിൽപ്പന നടത്തിയ ആളുകളെ ആകർഷിക്കുകയും ആളുകളെ വഞ്ചിക്കുകയും ചെയ്യുന്ന വ്യാപാര രീതിയും നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നുണ്ട്. അതും ഈ വ്യാപാരത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ഇവിടെ തൊഴിലവസരം ഉണ്ടായാൽ, ആളുകളുടെ ക്രയശേഷി വർദ്ധിച്ചാൽ കച്ചവടം കൂടും എന്നതിന് വളരെ വ്യക്തമായ കാര്യമാണ്. പാവപ്പെട്ട ആളുകൾക്ക് ഇന്ന് സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്ന 1600 രൂപ മിനിമം പെൻഷൻ കിട്ടുമ്പം ആ പെൻഷൻ വിതരണം ചെയ്യുന്ന ആഴ്ചകളിൽ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിലും നല്ല കച്ചവടമുണ്ട്. ഇവിടെ ഒട്ടാകെയുള്ള ഒരു ജോലി എന്ന് പറയുന്നത് ഇപ്പം തൊഴിലുറപ്പ് പദ്ധതിയാണ്. ആ തൊഴിലുറപ്പ് പദ്ധതി നല്ല നിലയിൽ നടത്തുന്ന പഞ്ചായത്തുകളിൽ ആ തൊഴിലുറപ്പ് പദ്ധതിയിൽ പങ്കെടുക്കുന്ന ആളുകളുടെ കയ്യിൽ ഗവൺമെൻറ്റിൽ നിന്ന് പണം കിട്ടുന്ന സമയത്താണ് ഇപ്പം ചെറുകിട വ്യാപാര മേഖലയിൽ കച്ചവടം നടക്കുന്നത്. അതുപോലെ തന്നെ കണ്ണൂരിലേക്ക് വരുമ്പം ഇവിടെ കൈത്തറി മേഖല നല്ലൊരു തൊഴിൽ മേഖലയായിരുന്നു. ആ കൈത്തറി മേഖല ഇപ്പം തകർച്ചയുടെ വക്കലാണ്. അതുപോലെ തന്നെ ബീഡി കമ്പനികൾ ധാരാളമായി ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് കണ്ണൂർ. ആ ബീഡി കമ്പനിയിലും ജോലി ചെയ്യുന്നവർക്ക് ചിലവ് കുറവുകൊണ്ട് തന്നെ മതിയായ ജോലി അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നു, ജോലിയുടെ അവസരം നഷ്ടപ്പെടുന്നു, ആ മേഖലയും തകർന്നിരിക്കുന്നു. പിന്നീട് ഇവിടെ കച്ചവടം കൂടുതൽ കൊണ്ടുവരാൻ കഴിയുന്നത് ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് കണ്ണൂർ. കണ്ണൂരിൻ്റെ സമീപ പ്രദേശങ്ങളിലും കണ്ണൂർ ജില്ലയുടെ മലയോര മേഖലകളും വിദേശികളെ ആകെ ആകർഷിക്കുന്ന സാഹചര്യമുണ്ടെങ്കിലും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ കുറേ കൂടി ആ കാര്യത്തിൽ പതിപ്പിച്ചുകൊണ്ട് കണ്ണൂരും കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലുള്ള വിനോദസഞ്ചാര മേഖലയെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിക്ക് രൂപം നൽകിയാൽ തീർച്ചയായും വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ കേരളം മൊത്തം ചുറ്റി സഞ്ചരിച്ച് കാഴ്ചകൾ കാണുന്ന സാഹചര്യമുണ്ടാകും. അപ്പോൾ അത്തരത്തിലൊക്കെ ശ്രദ്ധിച്ചാൽ ഇന്ന് അനുഭവിക്കുന്ന വ്യാപാരമാന്ദ്യം ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. ഈ വ്യാപാര മേഖലയിൽ ഉണ്ടായിരുന്ന ആളുകൾ, വ്യാപാരികളൊക്കെ ഈ മേഖല അങ്ങ് വിട്ട് പോകുന്നുണ്ടോ? കുറേ ആളുകൾ കൊഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമൊക്കെ നിലവിലുണ്ടോ? പൂട്ടിപ്പോകുന്നുണ്ടോ വ്യാപാര സ്ഥാപനങ്ങൾ? ഒരു കൊല്ലം ഏറ്റവും കുറഞ്ഞത്
ഒരു 10% കച്ചവടം എല്ലാ കാലത്തും പല കാരണങ്ങളാൽ പൂട്ടിപ്പോകുന്നുണ്ടായിരുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് സാമ്പത്തിക പ്രതിസന്ധിയാണ്. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നവർക്ക് വലിയ പലിശയാണ് വ്യാപാരത്തിന് ഈടാക്കുന്നത്. അതുപോലെ തന്നെ വൈദ്യുതി ചാർജ് വ്യവസായത്തിന് കുറവ്, വീടുകളിൽ കുറവ്, ഫാക്ടറികളിൽ കുറവാണ്. എന്നാൽ വ്യാപാര സ്ഥാപനങ്ങളിൽ വലിയ നിരക്കിലുള്ള വൈദ്യുതി ചാർജാണ് കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. അതുപോലെ തന്നെ കെട്ടിട നികുതികൾ കാലാനുസൃതമായി സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകൾ മത്സരിച്ച് വർദ്ധിപ്പിക്കുകയാണ്. കെട്ടിട നികുതി വർദ്ധിപ്പിക്കുമ്പോഴും വാടക വർദ്ധിപ്പിച്ച് കൊടുക്കാൻ കച്ചവടക്കാർ നിർബന്ധിതരാകുന്ന സാഹചര്യം രൂപപ്പെട്ടു വരികയാണ്. ഇങ്ങനെ പല കാരണങ്ങളാൽ വിലവർദ്ധനവിൻ്റെ കാരണത്താൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരികയും കച്ചവടം ഓരോ ദിവസവും കുറവാകുമ്പോഴാണ് ഒരു 10% കച്ചവടം പൂട്ടിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ 10% എന്നുള്ളത് പട്ടണങ്ങളിൽ പോലും 40%-ലധികം കടകൾ ഓരോ കൊല്ലവും അടച്ചുപൂട്ടി പോവുകയാണ്. എന്നാൽ അത് പ്രഥമ ദൃഷ്ട്യാ നമുക്ക് ആ 40%-ൻ്റെ കുറവ് അനുഭവപ്പെടാത്തത് മറ്റൊരു തൊഴിലും കിട്ടാതെ വരുന്ന മിടുമിടുക്കന്മാരായിട്ടുള്ള യുവതീ-യുവാക്കൾ തങ്ങളുടെ കുടുംബം മാന്യമായി സംരക്ഷിക്കാൻ മറ്റുപാധികളൊന്നുമില്ലാതെ, മറ്റ് നിയന്ത്രണങ്ങളില്ലാതെ കടന്നു വരാൻ കഴിയുന്ന ഏക മേഖല ഇന്ന് കേരളത്തിൽ ചെറുകിട വ്യാപാര മേഖലയാണ്. അപ്പോൾ ഒരു കുറച്ച് 40% പോകുമ്പം ഒരു 20% ആളുകൾ പുതുതായി കടന്നു വരുന്നത് കൊണ്ട് അവിടെ വലിയ ശൂന്യത നമുക്ക് നേരിട്ട് കാണാൻ വേണ്ടി കഴിയുന്നില്ല. എന്നാൽ ഒരു 40%-ഓളം ആളുകൾ പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കും തൊഴിലില്ലായ്മയിലേക്കും അതുവഴി പട്ടിണി മരണത്തിലേക്കും ആത്മഹത്യയിലേക്കും തന്നെ നീങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്തായാലും പ്രതിസന്ധി എത്രത്തോളം ആണ് എന്നതിൻ്റെ ഒരു ഏകദേശ രൂപം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. 40%-ഓളം ആളുകൾ ഒരു വർഷം ഈ തൊഴിൽ മേഖലയിൽ നിന്നും മാറുന്നു എന്ന് പറയുന്നത് തന്നെ പ്രതിസന്ധിയുടെ ആഴം എത്രയാണെന്ന് വ്യക്തമാണ്. ഈ പ്രതിസന്ധി ഇങ്ങനെ തരണം ചെയ്യാൻ എന്തൊക്കെ പോംവഴികളാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സർക്കാരിന് മുന്നിൽ വെച്ചിട്ടുള്ളത്? ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുമ്പിൽ, കേരള ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഇവിടുത്തെ കാർഷിക മേഖല പരിപോഷിപ്പിക്കണം, കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ചെലവിനനുസരിച്ചുള്ള താങ്ങുവില നാണ്യവിലയ്ക്ക് പ്രഖ്യാപിക്കണം, ആയിരക്കണക്കിന് ഏക്കർ സ്ഥലം കൃഷിക്ക് യോഗ്യമാണെങ്കിലും ഇന്ന് കൃഷി ചെയ്യാതെ ആളുകൾ വെറുതെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാർഷിക മേഖലയെ തിരിച്ചു കൊണ്ടുവരണം. ഒന്നാമതായി ഞങ്ങൾ ആവശ്യപ്പെട്ടത് അതാണ്. രണ്ടാമതായിട്ട് ഈ നാട്ടിൽ ജനിച്ചു വളരുന്ന മക്കൾ, ആ കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം, ആ ഉന്നത വിദ്യാഭ്യാസം അത് ഡോക്ടറാകാനായാലും നേഴ്സാകാനായാലും എഞ്ചിനീയറാകാനായാലും ഇന്ന് നമ്മുടെ ഈ ജില്ലയെ സംബന്ധിച്ച് പറയുമ്പം കൂടുതൽ ആളുകൾ ബാംഗ്ലൂരും മംഗലാപുരമാണ് ആശ്രയിക്കുന്നത്. അതുകൂടാതെ ഡൽഹിയിലേക്കും അന്യ രാജ്യങ്ങളിലേക്കും പോകുന്നുണ്ട്. അത് പോകാനുള്ള കാരണം ഇവിടുത്തെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടാത്തതാണ്. അപ്പം ആ വിദ്യാഭ്യാസം ഇവിടെ തന്നെ മിടുക്കന്മാരായിട്ടുള്ള കുട്ടികളാണ്, അവർക്ക് ഇവിടെ പൂർത്തീകരിക്കാനുള്ള അവസരം കിട്ടിയാൽ വിദ്യാഭ്യാസ മേഖല ഇവിടെ നന്നാകും. അപ്പം അതിനെ ആശ്രയിച്ചുകൊണ്ട് തന്നെ അവരുടെ താമസ സൗകര്യവും ഭക്ഷണവും വസ്ത്രവും മറ്റു കാര്യങ്ങളും എല്ലാം നടക്കുമ്പം മൊത്തത്തിൽ വ്യാപാരത്തിന് ഒരു നേട്ടമുണ്ടാകും. പിന്നീട് പഠിത്തം കഴിഞ്ഞ് പുറത്തു വന്നാലും ഇവിടുത്തെ തൊഴിൽ നിയമങ്ങൾ അനുസരിച്ച് തൊഴിലെടുപ്പിക്കാനും തൊഴിൽ ചെയ്യാനും ആളുകൾ ഇന്ന് മടിക്കുകയാണ്. മറ്റു പല സ്ഥലത്തും ലളിതമായ കാര്യങ്ങൾ അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്, സംസ്ഥാന ഗവൺമെൻറ്റുകളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തൊഴിൽ മേഖലയിലെ സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കണം. ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളുടെ അതിയുടെ ഇടപെടലുകൾ ഉണ്ടാകരുത്, അത് ഒഴിവാക്കണം. തൊഴിൽ കൊണ്ടുവരുന്ന ആളുകൾക്ക് പ്രോത്സാഹിപ്പിക്കത്തക്ക വിധത്തിൽ അവർക്ക് ലൈസൻസിൻ്റെ കടുത്ത നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചുകൊണ്ട്, വൈദ്യുതി കണക്ഷൻ എളുപ്പത്തിൽ കൊടുത്തുകൊണ്ട്, ഒരു വ്യവസായം എങ്ങനെ തുടങ്ങണം, ഒരു വ്യാപാരം എങ്ങനെ തുടങ്ങണം എന്നാഗ്രഹിച്ചു വരുന്നവർക്ക് ആവശ്യമായ പഠന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ സർക്കാർ തലത്തിൽ നടപടികൾ സ്വീകരിക്കണം. അതുപോലെ തന്നെ ഈ കൈത്തറി മേഖലയെ പരിപോഷിപ്പിക്കണം, വിനോദസഞ്ചാര മേഖലയെ പരിപോഷിപ്പിക്കണം, തൊഴിലവസരങ്ങൾ കൂടുതലായി സൃഷ്ടിക്കപ്പെടണം. ഇപ്പം തൊഴിലുറപ്പ് പദ്ധതിയിൽ ഗവൺമെൻറ് കൊടുക്കുന്നത് ശ്ലാഘനീയമായ പ്രവർത്തനമാണ്. അതുപോലെ ഗവൺമെൻറ് ഈ നാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്നും ഒരാൾ പോലും
അന്യ സംസ്ഥാനങ്ങളിലേക്കും വിദേശങ്ങളിലേക്കും പോകാൻ കഴിയാത്ത വിധത്തിൽ അവരുടെ അധ്വാനത്തിനനുസരിച്ചുള്ള പ്രതിഫലം അവർക്ക് ലഭിക്കത്തക്ക സാഹചര്യം ഗവൺമെൻറ് ഒരുക്കണം. അവരുടെ ജീവിതത്തിൽ അവർക്ക് അവരുടെ ആരോഗ്യ പ്രശ്നത്തിലും അതുപോലെ തന്നെ മറ്റ് പ്രായാധിക്യത്തിലും അവർക്ക് സംരക്ഷണം നൽകുന്ന നിയമ നടപടികൾ ഗവൺമെൻറ് കൊണ്ടുവരണം എന്നാണ് ഇപ്പോൾ ഈ സർക്കാർ പറയുന്നത് ഏറ്റവും ഈ വ്യവസായ സൗഹൃദ സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. ദേശീയ തലത്തിലുള്ള കണക്കുകളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് ഏറ്റവും വ്യവസായ സൗഹൃദം, ഏതെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാൻ ഏറ്റവും സൗഹൃദമായ ഒരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു എന്ന് വ്യവസായ മന്ത്രി, മുഖ്യമന്ത്രി ഉൾപ്പെടെ ആളുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത് സത്യത്തിൽ അങ്ങനെയല്ലേ സംഭവിക്കുന്നത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും വ്യവസായ വകുപ്പ് മന്ത്രിയൊക്കെ ആത്മാർത്ഥമായ പ്രസ്താവനകൾ അത് സംബന്ധിച്ച് നടത്തിയിട്ടുണ്ടെങ്കിലും ഉദ്യോഗതലത്തിൽ വേണ്ടത്ര മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ജനങ്ങൾക്കൊരു വിശ്വാസം വരുന്ന രീതിയിലുള്ള നടപടികളൊന്നും തന്നെ ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. ഉദ്യോഗസ്ഥർ ഈ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഈ ഫയലുകൾ തടഞ്ഞു വെക്കുന്നു എന്നുള്ള പരാതികളൊക്കെയാണ് നേരത്തെ ഉണ്ടായിരുന്നത്. അതിപ്പോഴും അത് ആ രീതിയിൽ തന്നെ തുടരുകയാണ്. അത് മറ്റൊരു അളവിൽ മറ്റൊരു രീതിയിൽ അത് വ്യാപകമായി നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് തന്നെ അതിൻ്റെ ഒരു ഭാഗമാണല്ലോ. അപ്പം ഇവിടെയും ഓഡിറ്റോറിയം പണിതിട്ടും തിയേറ്റർ പണിതിട്ടും ചെറിയ ചെറിയ പശുക്കളുടെ പേരിൽ ലൈസൻസ് കൊടുക്കാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ വരെ നടന്ന ഒരു സ്ഥലമാണല്ലോ. അപ്പോൾ അത് പൂർണ്ണമായും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. തന്നെയുമല്ല, ഇവിടെ എന്തെങ്കിലും ഒരു കെട്ടിടം പണിയാൻ തന്നെ ഒരാൾ തീരുമാനിച്ചാൽ, ഒരു നാടിൻ്റെ വികസനം എന്ന് പറയുന്നത് ഒരു നാട്ടിൽ ഉയർന്നു വരുന്ന കെട്ടിടമാണല്ലോ. അവിടെ കെട്ടിടം വന്നാലാണല്ലോ വ്യാപാരം വരിക. വ്യാപാരം വന്നു കഴിയുമ്പോഴാണല്ലോ ചുമട്ടുതൊഴിലാളികളും പീഡിക തൊഴിലാളികളും ഓട്ടോറിക്ഷ തൊഴിലാളികളും വരിക. അപ്പം കെട്ടിടം പണിക്ക് തന്നെ കടുത്ത നിയന്ത്രണങ്ങളാണ്. നിയന്ത്രണങ്ങളെല്ലാം ആവശ്യമാണ്. കാരണം കാലം പുരോഗമിക്കുന്നതിനനുസരിച്ചുള്ള പരിഷ്കാരങ്ങളും മാറ്റങ്ങളും ഒക്കെ കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. പക്ഷെ അത് കൊണ്ടുവരുന്നയാൾക്ക് യാതൊരു തരത്തിലും ബുദ്ധിമുട്ട് തോന്നാത്ത വിധത്തിൽ, അവർക്ക് അനുസരിക്കത്തക്ക വിധത്തിൽ അവരെ ബോധവാന്മാരാക്കി അത് കൃത്യമായ കാര്യം നിർവഹിക്കുന്ന കാര്യത്തിൽ ഉദ്യോഗസ്ഥന്മാർക്ക് കഴിയുന്നില്ല. ഉദ്യോഗസ്ഥന്മാർ പലപ്പോഴും അവരുടേതായ സൗകര്യം എന്ത് വർദ്ധിപ്പിക്കാൻ കഴിയും എന്ന കാഴ്ചപ്പാട് ഇപ്പോഴും പൂർണ്ണമായും ഒഴിവായിട്ടില്ല. എന്നാൽ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും അങ്ങനെയാണ് എന്ന് ഞാൻ പറയും. ഈ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ഈ കൈക്കൂലി പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ടോ? ഈ പണം വാങ്ങുന്ന നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാട്ടിൽ ചെറിയ തോതിലുള്ള പണം വാങ്ങുന്നത് കുറഞ്ഞെന്നും, എന്നാൽ അത് വലിയ തോതിലുള്ള വലിയ ആളുകൾക്ക് മാത്രം കൊടുത്ത് കാര്യങ്ങൾ എളുപ്പത്തിൽ സാധിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. നേരത്തെ ചെറിയ പണം കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ വലിയ തുക കൊടുക്കേണ്ട അവസ്ഥയാണ്. ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് നേരത്തെ ചെറിയ പണം കൊടുത്ത് കാര്യങ്ങൾ നേടുമായിരുന്നു. എന്നാലിപ്പോൾ ആ ചെറിയ രീതി മേടിക്കാതെ വൻകിടക്കാർക്ക് മാത്രം കാര്യം സാധിക്കത്തക്ക വിധത്തിൽ വലിയ തോതിലുള്ള ഇടപെടലുകൾ നടക്കുന്നതായിട്ടാണ് ഇപ്പം റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. എന്നാൽ ചെറിയ പൈസ കൈക്കൂലി കൊടുക്കുന്നയാൾ ഞാൻ കൈക്കൂലി കൊടുത്തിട്ട് ആ കാര്യം നേടിയതെന്ന് പറയും. വലിയ പണം കൊടുത്ത് കാര്യം നേടുന്നവൻ ഒരിക്കലും ഞാൻ പണം കൊടുത്തിട്ടാണ് ഈ കാര്യം നേടിയതെന്ന് പറയുകയില്ല. അപ്പം മേടിക്കുന്നവരല്ല ഒന്നാമത്തെ എൻ്റെ തെറ്റുകാർ. പലതിനെയും മറികടക്കാൻ വേണ്ടി വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ കാര്യങ്ങൾ ചെയ്യുന്നവരെ മറികടക്കാൻ വേണ്ടി അതിനകത്ത് വൻകിടക്കാർ തട്ടിപ്പ് മനോഭാവത്തോടു കൂടി ആളുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നതാണ്. മേടിക്കുന്നവരെക്കാൾ കൂടുതൽ തെറ്റുകാർ കൊടുക്കുന്നവരാണ് എന്നതാണ് എൻ്റെ വിശ്വാസം, എൻ്റെ അഭിപ്രായവും അതാണ്. അതുകൊണ്ട് അതൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. എല്ലാവരും ക്ലീൻ ആണെങ്കിൽ ആരും കൈക്കൂലി മേടിക്കില്ലല്ലോ, ആരും കൈക്കൂലിക്ക് കാത്തു നിൽക്കില്ലല്ലോ. ഇത് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് വരുമ്പം എല്ലാവരും അത് ആഗ്രഹിച്ചെന്ന് വരാം, മേടിച്ചെന്നും വരാം. അപ്പോൾ അതുകൊണ്ട് ആളുകളുടെ മനസ്സിൽ ഒരു പൊതുസമൂഹത്തിൻ്റെ മനസ്സാണ് അക്കാര്യത്തിൽ മാറ്റം വരുത്തേണ്ടത്. ഞാൻ അവിഹിതമായി ഒന്നും ചെയ്യില്ല, ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് നേടാൻ വേണ്ടി ആർക്കും കൈക്കൂലി കൊടുക്കില്ല, ആരെയും സ്വാധീനിക്കാൻ പോകില്ല, നേരായ വഴിക്ക് നടക്കണം. ഈ രാജ്യത്തിൻ്റെ ഭരണഘടന വ്യവസ്ഥാപിതമായുള്ള മാർഗം പാലിക്കാൻ ഞാനും ബാധ്യസ്ഥനാണ് എന്ന ബോധ്യം പൊതുസമൂഹത്തിൽ വരണം. ആ പൊതുസമൂഹത്തിൽ വരുത്തുന്ന കാര്യത്തിൽ എല്ലാവരും പരാജയപ്പെട്ടു എന്ന് തന്നെയാണല്ലോ അതിൻ്റെ അർത്ഥം. അതിന് മുന്നേ നിൽക്കേണ്ട ഗവൺമെൻറ്റാണ്. ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെൻറ് ഉണ്ടാകണം. ആ ഗവൺമെൻറ്റിനോട് ചേർന്ന് നിന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടാകണം, മറ്റ് പൊതുസമൂഹം ഉണ്ടാകണം. എങ്കിലും നമ്മുടെ വ്യവസായ മന്ത്രി പി രാജീവായാലും മുഖ്യമന്ത്രി ആയാലും ഇവരൊക്കെ പറയുന്നത് നിങ്ങൾ വ്യവസായമായി എന്ത് സംരംഭമായാലും തുടങ്ങിക്കോളൂ,
ലൈസൻസ് ഒക്കെ പിന്നീട് മതി എന്നുള്ള രീതിയിലൊക്കെയാണ് ഇപ്പോൾ കേൾക്കുന്നത്. കേൾക്കാൻ നല്ല സുഖമുള്ള വർത്തമാനമാണ്. പക്ഷെ ഇതൊന്നും നടക്കുന്നില്ല എന്ന് തന്നെയാണോ നിങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഒരു കാരണവശാലും അവർ അങ്ങനെ പറയുന്നതിന് ആർക്കും യാതൊരു വിഷമവുമില്ല. വളരെ ചെറിയ കാര്യം പരിഹരിക്കാൻ കഴിയുന്ന അല്ലെങ്കിലും അത് കുഴപ്പമില്ലാത്ത ഒരു കാര്യത്തിന് പോലും കെട്ടിടത്തിന് നമ്പർ ഇട്ട് കൊടുക്കുന്നതിന് പോലും വലിയ തോതിലുള്ള തടസ്സമാണ് താഴെയുള്ള തദ്ദേശ ഭരണ സംവിധാനങ്ങൾ സ്വീകരിച്ചു വരുന്നത്. ഇപ്പം മന്ത്രി പറഞ്ഞതുകൊണ്ടും മുഖ്യമന്ത്രി പറഞ്ഞതുകൊണ്ടും കാര്യമില്ല. ഇന്നിപ്പം നമ്മളും കാണുന്നത് ഗവൺമെൻറ്റിനെ പോലും ഗവൺമെൻറ്റിൻ്റെ മേലെയാണ് ഉദ്യോഗസ്ഥന്മാർ എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടോ എന്ന കാര്യം നമ്മൾ പലപ്പോഴും സംശയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എല്ലാവരും അങ്ങനെ എന്ന് ഈ പറഞ്ഞതിന് അർത്ഥമില്ല. എന്നാലും എപ്പോഴും എല്ലാ കാലത്തും എല്ലാ ഭരണകാലത്തും ഒരു ചെറിയൊരു ശതമാനമെങ്കിലും ആ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. പല തലങ്ങളിൽ പോയി ഈ കാര്യങ്ങളെല്ലാം സാധിച്ചെടുക്കേണ്ടി വരുമ്പം എവിടെയെങ്കിലും ഒരാളുടെ പിടിവാശിക്ക് മുന്നിൽ അല്ലെങ്കിൽ ഒരാളുടെ ദുശാഠ്യത്തിന് മുന്നിൽ ആളുകൾ നിസ്സഹായരാകുന്ന സാഹചര്യമാണ്. അതിന് ഞങ്ങൾ ഗവൺമെൻറ്റിനോട് പറയുന്നത് എല്ലാത്തിനും ഒറ്റ ലൈസൻസ് സമ്പ്രദായം വരണം. ഒരുപാട് കേന്ദ്രങ്ങളെ ഒരാൾ സമീപിക്കുന്ന സാഹചര്യം ഒഴിവാക്കണം. ഒരു കച്ചവടം തുടങ്ങണമെങ്കിൽ ആരെയെല്ലാം കാണണം? പഞ്ചായത്തിൽ പോകണം, ഫുഡ് സേഫ്റ്റി എടുക്കണം, ആരോഗ്യവകുപ്പിനെ കാണണം, തൊഴിൽ നിയമത്തിൽ പോകണം, തൊഴിൽ രജിസ്ട്രേഷൻ എടുക്കണം, പിന്നെ GST രജിസ്ട്രേഷൻ എടുക്കണം. അങ്ങനെ ഒരു കച്ചവടം തുടങ്ങണമെങ്കിൽ ലൈസൻസ് എടുക്കണമെങ്കിൽ തന്നെ 6 മാസം വേണം. അത് രണ്ടാമത് പുതുക്കണമെങ്കിൽ തന്നെ ഒരു പോക്കിനാകിയില്ല, അതിന് 3 മാസം വേണം. അപ്പം കച്ചവടം ചെയ്യാൻ ആളുകൾ അതുകൊണ്ട് മടിക്കുകയാണ്. ലൈസൻസ് എടുത്ത് കച്ചവടം ചെയ്യാൻ മടിക്കുകയാണ്. അതുപോലെ തന്നെയുമല്ല, ലൈസൻസ് എടുക്കാതെ ജദേശം ഈ വഴിവാണിക്കാരെയും ഓൺലൈൻകാരെയും അഴിച്ചു വിട്ടിരിക്കുകയാണ്. അപ്പം അവരോട് മത്സരിക്കണം. അത് വലിയൊരു പ്രയാസമാണ്. എല്ലാവരെയും കച്ചവടമാരി ചെയ്യണം. അത് ഗവൺമെൻറ് ഒരു പോളിസി കൊണ്ടുവരട്ടെ. എവിടെ ചെയ്യണം, എത്ര മണി മുതൽ എത്ര മണി വരെ ചെയ്യണം, ഗവൺമെൻറ് അത് നിയമം കൊണ്ടുവരണം. ആ നിയമം എല്ലാവരും അനുസരിക്കണം. അതെല്ലാവരും അനുസരിക്കത്തക്ക വിധത്തിൽ ഇച്ഛാശക്തിയോടുകൂടി ഗവൺമെൻറ് മുന്നോട്ടേക്ക് നീങ്ങണം. ഗവൺമെൻറ് തന്നെ വലിയൊരു ബിസിനസ്സാണ് ചെയ്യുന്നത്. ഗവൺമെൻറ് ആ ബിസിനസ് ചെയ്യുമ്പം അവിടെ ഒരു തലത്തിൽ നിന്ന് ഇഷ്ടം പോലെ നികുതികൾ പിരിക്കും. ഓണവും വിഷുവും വരുമ്പം അവിടെ ഡിസ്കൗണ്ട് റേറ്റിൽ വില കുറച്ച് സാധനം കൊടുക്കും. അതിൻ്റെ ഫലമായി ഗവൺമെൻറ് ഉടമസ്ഥയിലുള്ള എല്ലാ പൊതുകാര്യ മേഖലാ സ്ഥാപനങ്ങളും കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം. ആ നഷ്ടവും മറ്റൊരു രീതിയിൽ പാവപ്പെട്ട സാധാരണക്കാരൻ്റെ മേലെ നികുതിയായിട്ട് അടിച്ചേൽപ്പിക്കുകയാണ്. സാധാരണക്കാരൻ വിചാരിക്കും, തൊഴിലാളികൾ വിചാരിക്കും ഞാൻ നികുതിയൊന്നും കൊടുക്കുന്നില്ല, ഇതൊക്കെ വൻകിടക്കാരനെയാണ് ബാധിക്കുന്നത്. പക്ഷേ ഒരാളിന്ന് നേരം വെളുത്തെഴുന്നേറ്റാൽ അവൻ പല്ലു തേക്കുന്ന പേസ്റ്റിനും സോപ്പിനും എണ്ണയ്ക്കും അടക്കം നികുതിയാണ് കൊടുക്കുക. അത് നമ്മൾ നേരിട്ട് മനസ്സിലാക്കുന്നില്ല എന്നേ ഉള്ളൂ. ഏറ്റവും അവസാന പോയിന്റിലെ നികുതി പോലും കച്ചവടക്കാരന് ഈടാക്കിക്കൊണ്ടാണ് മൊത്ത കച്ചവടക്കാരൻ്റെ അടുത്ത് നിന്ന് ചില്ലറ കച്ചവടക്കാരൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ എല്ലാവരും, ചെറിയ ആളുകൾ പോലും അവനുപയോഗിക്കുന്ന എല്ലാ നിത്യോപയോഗ സാധനങ്ങൾക്കും നികുതി കൊടുക്കുക. പണ്ട് കാലത്ത് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ പലപ്പോഴും പല്ല് തേക്കുന്ന ഉമ്മിക്കരിക്കുക. ഇപ്പോൾ ഉമ്മിക്കരിയുടെ പ്രയോഗം ഇല്ല. കരിക്കായിരുന്നു പല്ല് തേച്ചുകൊണ്ടിരുന്നത്. ഇപ്പം കരിയുടെ ഉപയോഗമില്ല. ഇപ്പം പേസ്റ്റാണ്. സോപ്പിന് പകരം താളി ആയിരുന്നു തേച്ചിരുന്നത്. ഇപ്പം സോപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇപ്പം നികുതി കൊടുക്കാത്ത ഒരു സാധനവും ഒരാളുടെ വീട്ടിലും ഇല്ല. അവിടെയാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ഒരു ഭാഗത്ത് വോട്ട് കിട്ടാൻ വേണ്ടിയും തങ്ങളുടെ പക്ഷത്ത് നിർത്താൻ വേണ്ടിയും പൊള്ളയായ കുറേ വാഗ്ദാനങ്ങളും പ്രാവർത്തികമാക്കാൻ കഴിയാത്ത കുറേ പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ട് ഒരു ഭാഗത്ത് നീങ്ങുകയും മറുഭാഗത്ത് ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകൾ പോലും ഒരു ദിവസം എഴുന്നേറ്റാൽ അവൻ്റെ വരുമാനത്തിനേക്കാൾ കൂടുതൽ നികുതിയായിട്ട് മറ്റൊരു രൂപത്തിൽ ഗവൺമെൻറ്റിലേക്ക് ചെല്ലത്തക്ക സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത്. പ്രത്യേകിച്ചത് കേരളത്തിൽ. എല്ലാ സംസ്ഥാനത്തും ഉണ്ട്. അതിൻ്റെ അളവ് കൂടുതലാണ് കേരളത്തിൽ. ഇവിടെ GST കൊണ്ടുവന്നപ്പം നിങ്ങളും ഞാനും ഈ ഇന്ത്യയിലുള്ള മുഴുവൻ ആളുകളും ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്ത് പോയാലും ഒരു വിലയ്ക്ക് സാധനം കിട്ടും എന്ന് വിചാരിച്ചു. കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഉദ്യോഗസ്ഥന്മാരും മത്സരിച്ച് അത് പ്രചരിപ്പിച്ചിരുന്നു. എന്നാൽ അതിനകത്ത് GST കമ്മിറ്റിയിൽ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകിച്ച് വിവേചനാധികാരം കൊടുത്തു. അതുകൊണ്ട് ആളുകൾ ഉപയോഗിക്കേണ്ട നിത്യോപയോഗ സാധനങ്ങൾ പലതും
കേരളത്തിൽ ഏറ്റവും ഉയർന്ന നിരക്കിലുള്ള നികുതി കൊടുക്കാൻ നമ്മൾ നിർബന്ധിതരാകുന്നു. മറ്റു പല സംസ്ഥാനത്തും പോയാൽ നികുതി കുറവുകൊണ്ട് തന്നെ ചില സാധനത്തിന് വില കുറച്ച് കിട്ടും. അപ്പോൾ ആ സാധനം മേടിക്കാൻ അന്യ സംസ്ഥാനങ്ങളിലേക്ക് ഉപഭോക്താക്കൾ പോകാൻ നിർബന്ധിതരാകുന്നു. വില കുറച്ച് കിട്ടുന്നിടത്ത് പോയി മേടിക്കുമല്ലോ ആളുകൾ, അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ വില കൂടുതൽ എന്തുകൊണ്ട് വരുന്നു? ആ നികുതി ഘടനയിലും മറ്റ് ലൈസൻസിലുമുള്ള വർധനവ് കൊണ്ടാണ് അതൊക്കെ വരുന്നത്. അപ്പോൾ ഇത് കേരള ഗവൺമെൻറ് പഠിക്കണം. ഈ ഗവൺമെൻറ്റിന് പഠിക്കാൻ കഴിയും. നമ്മുടെ നാട്ടുകാരൻ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സാറാണ് മുഖ്യമന്ത്രി. അദ്ദേഹം താഴെ തട്ടിയെന്ന് പ്രവർത്തിച്ച് വന്നിട്ടുള്ള ആളാണ്. കണ്ണൂർ ജില്ലയിലെ എല്ലാ മുക്കിലും മൂലയും അറിയുന്ന ആളാണ്. കേരളത്തിലെ ദീർഘകാലമായി പൊതുപ്രവർത്തന രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള ആളായതുകൊണ്ട് അദ്ദേഹത്തിന് ഈ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് ദീർഘവീക്ഷണമുള്ള ആളാണ്. പക്ഷേ അത് എന്തുകൊണ്ടോ നമുക്ക് അനുഭവത്തിൽ വരുന്നില്ല. എന്നാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനെല്ലാം ഞങ്ങൾ 100% പിന്തുണയ്ക്കുന്നുമുണ്ട്. എന്തായാലും ഈ പ്രതിസന്ധികളൊക്കെ പരിഹരിക്കുന്നതിന് സർക്കാർ സംവിധാനങ്ങളുടെ, സർക്കാരിൻ്റെ ഒരു അടിയന്തര ഇടപെടലുകളാണ് ആവശ്യം. അല്ലെങ്കിൽ ഈ മേഖലയെ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയാതെ പോകും. നമ്മൾ ഈ സർക്കാരിൻ്റെ ഇച്ഛാശക്തി അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഇടപെടൽ ഇതൊക്കെ പറയുമ്പോഴാണ് രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിക്കും സംസാരിക്കേണ്ടി വരുന്നത്. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും വ്യാപാരി വ്യവസായ ഏകോപന സമിതി വളരെ ശക്തമായി തന്നെ സർക്കാരിനോട് കാര്യങ്ങൾ പറയാറുണ്ട്. വേണ്ടി വന്നാൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും എന്നുവരെ നിങ്ങൾ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഒരു തരത്തിലും രക്ഷയില്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള ആ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടി നസറുദ്ദീൻ സാഹിബ് ഉണ്ടാകുന്ന സമയം മുതൽ രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചുള്ള ചർച്ചകൾ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയിൽ നടന്നിട്ടുണ്ട്. ഒരു രക്ഷയില്ലെങ്കിൽ നിങ്ങൾ ആ കാര്യങ്ങളിലേക്ക് തന്നെ കടക്കുമോ? അല്ല, ഞങ്ങളുടെ വ്യാപാരികളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് തൊഴിലിൻ്റെ രാഷ്ട്രീയമാണ്, നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയമാണ്. ഞങ്ങളൊരിക്കലും അധികാരത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ തൊഴിൽ നിലനിർത്തിയാൽ ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെടും. വ്യാപാര സ്ഥാപനത്തെ ആശ്രയിച്ച് കഴിയുന്ന തൊഴിലാളികൾ രക്ഷപ്പെടും. അപ്പം ആ തൊഴിൽ രക്ഷപ്പെടുത്താൻ കഴിയുന്ന രാഷ്ട്രീയമാണ് ഞങ്ങൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അതൊരു വോട്ട് ബാങ്കായി മാറണം എന്ന കാര്യത്തിലും യാതൊരു തർക്കവും ഞങ്ങൾക്കില്ല. അപ്പം കേരളത്തിൻ്റെ വികസനം, ആ കേരളത്തിൻ്റെ വികസനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കാൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും മുന്നണികൾക്കും പ്രചോദനമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് പ്രധാനമായും ഞങ്ങൾ നടത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ജനപക്ഷത്ത് നിൽക്കുന്നവരെ നിയമസഭയിലേക്ക് പറഞ്ഞയക്കേണ്ടതായിട്ടുണ്ട്. അത് ഞങ്ങൾ പലപ്പോഴും മുന്നണിയുടെയോ രാഷ്ട്രീയ പാർട്ടിയുടെയോ നിറം നോക്കാതെ ഇതിനു മുമ്പും നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് മുമ്പ് കർഷകനാണ് നാടിൻ്റെ നട്ടെല്ല്, തൊഴിലാളി സമൂഹമാണ് നാടിൻ്റെ നട്ടെല്ല് എന്നൊക്കെ പറഞ്ഞ് ആളുകൾ പ്രസംഗിക്കാറുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ 5 വർഷത്തേക്ക് അവരെ തിരിഞ്ഞു നോക്കുന്ന സാഹചര്യം ഇന്നുവരെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അപ്പം അത്തരത്തിലുള്ള ആളുകളെ തിരിച്ചറിയാൻ സമൂഹത്തിൻ്റെ മുന്നിൽ അത്തരത്തിലുള്ള ആളുകളെ കാണിച്ചു കൊടുക്കാൻ കഴിയത്തക്ക വിധത്തിൽ ഒരു സംഘടിത ശക്തിയായി, ഒരു വോട്ട് ബാങ്കായി മാറുക എന്നതാണ് ഞങ്ങൾ രാഷ്ട്രീയം കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. NSS, SNDP, മതസംഘടനകളൊക്കെ, മതമേലധ്യക്ഷന്മാരൊക്കെ പറഞ്ഞാൽ അവരുടെ വോട്ടിൻ്റെ ഒരു 10% വോട്ടെങ്കിലും അവരുദ്ദേശിക്കുന്നിടത്ത് പോകും എന്ന കാര്യം യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇന്ന് ആ ശക്തികളെക്കാളൊക്കെ വലിയ സംഘടിതമായ ഒരു പ്രസ്ഥാനമായി കേരളത്തിൽ ആദരണീയനായിരുന്ന ടി നസറുദ്ദീൻ സാഹിബിൻ്റെ നേതൃത്വത്തിലുള്ള ശക്തമായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്കത് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും രാജീവ് അപ്സരയുടെ നേതൃത്വത്തിൽ വളരെ സംഘടിതമായി പഴയതിനേക്കാൾ കെട്ടുറപ്പോടുകൂടി ഞങ്ങൾ മുന്നോട്ടേക്ക് നീങ്ങുകയാണ്. അപ്പോൾ ഇപ്പോഴും ഞങ്ങൾ സ്വന്തമായി ഞങ്ങൾക്ക് ഒരുപാട് പദ്ധതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വ്യാപാരികൾക്കും കുടുംബങ്ങൾക്കും ഗുണപ്രദമായ പദ്ധതികളാണ്. പഴയതിനേക്കാട്ടിൽ ഞങ്ങൾ താഴെത്തട്ടിൽ ശക്തിപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ സംഘടന പറഞ്ഞാൽ അനുസരിക്കുന്ന, പ്രാവർത്തികമാക്കുന്ന ലക്ഷക്കണക്കിനായിട്ടുള്ള ആളുകൾ ഈ സംസ്ഥാനത്തിനകത്തുണ്ട്. ഒരു ജില്ലയിലേക്ക് വന്നാൽ, ഒരു നിയോജക മണ്ഡലത്തിലേക്ക് വന്നാൽ 5000 വോട്ടൊക്കെ സ്വാധീനിക്കാൻ ഞങ്ങൾക്ക് യാതൊരു വിഷമവുമില്ല. ഞങ്ങൾക്ക് ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു 10,000 മെമ്പർമാർ കാണും, ഇല്ലെങ്കിൽ 5000 മെമ്പർമാർ കാണും. അവരുടെ കുടുംബം
ഭാര്യ മാത്രം കൂട്ടിയാൽ 5ആയി, 10ആയി. അപ്പം കുടുംബത്തിൽ 2 അംഗങ്ങളെന്ന് കൂട്ടിയാൽ 20,000 ആ 20,000 ഒന്നും കിട്ടണ്ട. അതിൽ ഞങ്ങൾ പറഞ്ഞാൽ ഒരു 2,000-3,000 വോട്ട് മാറ്റി ചെയ്യുന്ന സാഹചര്യം വന്നാൽ കേരളത്തിലെ ഭരണം ആരുടെ കയ്യിൽ പോകണം എന്ന് തീരുമാനിക്കാൻ വേണ്ടി കഴിയും. 140 നിയോജക മണ്ഡലങ്ങളിൽ 50ഓളം നിയോജക മണ്ഡലങ്ങളിൽ 2000-ൻ്റെ ചുറ്റുവട്ടത്തിൽ താഴെയുള്ള വോട്ടിനാണ് ജയിക്കുക. അപ്പം 2,000-3,000 വോട്ട് തിരിക്കാൻ കഴിഞ്ഞാൽ തന്നെ ഞങ്ങളൊരു വലിയ സംഘടിത ശക്തിയാക്കും. ഞങ്ങൾക്ക് ആരെയും ദ്രോഹിക്കണമെന്നുള്ള ആഗ്രഹമില്ല. പക്ഷേ വ്യാപാരമാകുന്ന തൊഴിൽ നിലനിർത്താൻ കഴിയുന്ന നയങ്ങൾ സ്വീകരിക്കാത്ത വ്യക്തികൾക്കെതിരെ, മുന്നണിക്കെതിരെ, പാർട്ടിക്കെതിരെ ഒരു രാഷ്ട്രീയ ശക്തി, അത് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ഇത്തരത്തിൽ ആളുകളെ കോർത്തിണക്കിക്കൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിൽ കാതലായ മാറ്റം വരത്തക്ക വിധത്തിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഗൗരവപൂർവ്വം ചിന്തിക്കത്തക്ക വിധത്തിൽ ഒരു ശക്തിയായി വളരുക എന്നതിനാണ് മുൻതൂക്കം നൽകുന്നത്. കേരളത്തിൽ ഇപ്പോൾ 2 മുന്നണികൾ, നമ്മൾ ആ 2 മുന്നണികളെയും ഒരു ത്രാസിൽ വെക്കുകയാണ്. ഏത് LDF, UDF, ഏത് ത്രാസായിരിക്കും? അല്ല, അത് വിഷയങ്ങളുടെയും നയത്തിൻ്റെയും അടിസ്ഥാനത്തിലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പം 2 മുന്നണിക്ക് പുറമെ BJP ഒരു 3ാം ശക്തിയായിട്ട് വളർന്നു വരുന്നുണ്ടല്ലോ. അതൊന്നും നമുക്ക് കുറച്ച് കാണാൻ വേണ്ടി കഴിയില്ലല്ലോ. അപ്പം ഓരോ വിഷയത്തിലും ഗവൺമെൻറ്റുകൾ സ്വീകരിക്കുന്ന, എന്നാലും നിങ്ങളോട് കൂടുതൽ അനുഭവം ഏത് മുന്നണിയാണ്? LDF ആണോ UDF ആണോ? ഭരണത്തിലുണ്ടാകുമ്പോൾ നിങ്ങളോട് കൂടുതൽ അനുഭവം ഏത് മുന്നണിയാണ്? ശരിക്കും പറഞ്ഞാൽ മുന്നണിയെ ആശ്രയിച്ചല്ല, മുഖ്യമന്ത്രിമാരെ ആശ്രയിച്ചാണ് പ്രധാനമായും കാര്യങ്ങൾ പോകുന്നത്. പിന്നെ ഞങ്ങളുമായി അടുത്ത് ബന്ധപ്പെടുത്തുന്നത് പലപ്പോഴും ധനകാര്യ വകുപ്പ്, പിന്നെ പഞ്ചായത്ത് വകുപ്പ്, തൊഴിൽ വകുപ്പ്. അപ്പോൾ ഓരോ മന്ത്രിമാരുടെയും സ്വഭാവത്തിനനുസരിച്ച് കാര്യങ്ങൾ മാറ്റം മറിച്ചിലുകൾ വരുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ കാണുന്ന ഒരു സവിശേഷത എന്ന് പറയുന്നത് ജനകീയ പ്രശ്നങ്ങൾ കേൾക്കാനും പഠിക്കാനും പരിഹരിക്കാനും ഒരിക്കലും അവർക്ക് സമയം കിട്ടുന്നില്ല. കാരണം പാർട്ടിക്കകത്ത് പ്രശ്നം, മുന്നണിക്കകത്ത് പ്രശ്നം, നേതാക്കന്മാരുടെ ഇടയിലുള്ള പ്രശ്നം, ഓരോ ദിവസവും നമ്മുടെ നാട്ടിൽ വിവാദങ്ങളാണ് ഉയർന്നു വരുന്നത്. ആ വിവാദത്തിൻ്റെ പുറകെ, പ്രശ്നങ്ങളുടെ പുറകെ പോകാൻ ഗവൺമെൻറ് നിർബന്ധിതമായി തീരുകയാണ്. നമ്മൾ ഗവൺമെൻറ്റിനെ കണ്ണടച്ച് കുറ്റം പറയുന്നതല്ലല്ലോ കാര്യം. അപ്പോൾ ആ വിവാദങ്ങൾ അവസാനിപ്പിക്കണമെങ്കിൽ ജനസമൂഹം തന്നെ തയ്യാറാകണം. ഒരാവശ്യമില്ലാത്ത വിവാദമാണ് പലപ്പോഴും നാട്ടിൽ ഉയർന്നു വരുന്നത്. മാധ്യമങ്ങൾക്ക് അതിൽ റോളുണ്ടോ? മാധ്യമങ്ങൾക്ക് റോളുണ്ടോ എന്ന് ചോദിച്ചാൽ, മാധ്യമങ്ങൾ ഇതിൻ്റെ പിന്നിലുള്ള ഒരാണല്ലോ. മാധ്യമങ്ങൾ വിവാദത്തിൻ്റെ പുറത്താണോ ശരിയായ വശത്താണോ എന്ന് ചോദിച്ചാൽ, ഇന്ന് ഈ നാട്ടിൽ ഉയർന്നു വന്നിട്ടുള്ള പല തെറ്റുകളും പല കാര്യങ്ങളും അമർച്ച ചെയ്യാൻ മാധ്യമങ്ങളുടെ വലിയൊരു പങ്ക് സഹായകരമായിട്ടുണ്ട്. അതൊരു മോഷണ ശ്രമമാകട്ടെ, നാട്ടിൽ നടക്കുന്ന അനീതിയാകട്ടെ, അതെല്ലാം അധികാരികളുടെ മേലെ നിഷ്പക്ഷമായി നീതിപൂർവമായിട്ട് കൊണ്ടുവരാൻ മാത്രം മാധ്യമങ്ങളും ഈ പത്രങ്ങളും ദൃശ്യമാധ്യമങ്ങളും അതിനകത്ത് വലിയ പങ്കാണ് വഹിക്കുന്നത്. പ്രാദേശികമായ ചാനലുകൾ പ്രാദേശികമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനും വലിയ പങ്കാണ് നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. ഒറ്റപ്പെട്ട ഏതെങ്കിലും ഒരു സംഭവമുണ്ട് എന്നതിൻ്റെ പേരിൽ അടച്ചാക്ഷേപിക്കാൻ അതിന് കഴിയില്ല. കൂടുതൽ പ്ലസ്സാണ് മാധ്യമങ്ങളുടെ ഭാഗത്ത് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഉണ്ടായിക്കൊണ്ടിരുന്നത്. മാധ്യമങ്ങളും ഞാൻ ഈ പറഞ്ഞ ചെറുകിട വ്യാപാര മേഖലയിലെ വെല്ലുവിളികളെ അതിനേക്കാൾ വലിയ വെല്ലുവിളിയാണ് ചെറുകിട മാധ്യമങ്ങളും നേരിടുന്നത് എന്ന കാര്യം ഞാൻ പറയേണ്ടതായിട്ടില്ലല്ലോ. വില വർധനവ്, തൊഴിലില്ലായ്മ, അതെല്ലാം ചെറുകിട വ്യാപാര മേഖലയെ എങ്ങനെ ബാധിക്കുന്നോ അതിൻ്റെ മുന്നിൽ ഈ മാധ്യമങ്ങളെയും അത് ബാധിക്കുന്നുണ്ട്. അപ്പം മാധ്യമങ്ങൾ ഈ നാടിൻ്റെ തെറ്റായ വശങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതാണല്ലോ മാധ്യമങ്ങളുടെ സൃഷ്ടി. മാധ്യമങ്ങളത് ചെയ്യണം. എന്നാൽ പലപ്പോഴും ചുരുക്കം ചില ആളുകളെങ്കിലും ഈ മുഖം നോക്കി മുഖസ്തുതി പറയുന്ന ഒരു പ്രവണത എല്ലാവരുടെ ഇടയിലുണ്ട്. അത് മാധ്യമങ്ങളുടെ ഇടയിലും തീരെ ഇല്ല എന്ന് പറയുന്നത് ഭംഗിവാക്കായി പോകും. അപ്പോൾ നിഷ്പക്ഷമായ, നീതിപൂർവമായ, ഭയമില്ലാത്ത രീതിയിൽ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ശരിയായ സന്ദേശം, അത് ആരുടെ ആകട്ടെ, ആ ശരിയായ സന്ദേശം ജനഹൃദയങ്ങളിൽ എത്തിക്കാൻ മാധ്യമങ്ങൾ നല്ല പങ്ക് വഹിക്കുന്നുണ്ട്. എന്നാൽ ഒറ്റപ്പെട്ട ചില സംഭവത്തിൻ്റെ പേരിൽ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തേണ്ടി വരുന്നുണ്ട്. എന്നാൽ ആ കുറ്റപ്പെടുത്തി കഴിയുമ്പോഴും അത് തിരുത്തലിന് വിധേയമാക്കാൻ പലപ്പോഴും മാധ്യമങ്ങൾ മുന്നോട്ടേക്ക് വരുന്ന കാഴ്ചയും
കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അപ്പം അങ്ങനെ കുറ്റം പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും നമ്മൾ മുഖ്യമന്ത്രിമാരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങളോട് ഏറ്റവും അനുഭവം പുലർത്തിയ മുഖ്യമന്ത്രിയുടെ പേരേതെന്ന് ചോദിച്ചാൽ പറയാൻ കഴിയും ഉമ്മൻചാണ്ടി എന്ന് പറയും. ഉമ്മൻചാണ്ടി. പിന്നെ പിണറായി വിജയൻ സാറിൻ്റെ അടുത്തും കരുണാകരൻ്റെ അടുത്തും ഒരു കാര്യം പറഞ്ഞാൽ അവർ തലയാട്ടിയാൽ ആ കാര്യം സാധിക്കും. തലയാട്ടിയാൽ മതി. ഇത് തലയാട്ടുന്നില്ല എന്നുള്ളതാണ്. എല്ലാ കാര്യത്തിലും തലയാട്ടുന്നില്ല, തലയാട്ടിയാൽ ആട്ടിയത് തന്നെയാണ്. പിന്നെ അവർ പറയുന്ന ഭാഗവും നമ്മൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. അവരൊരു വിഭാഗത്തിന് വേണ്ടിയല്ല ചെയ്യുക, അവർ നാടിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനോട് ഞങ്ങൾ എല്ലാ കാലത്തും സഹകരിച്ചിട്ടേ ഉള്ളൂ. ഞങ്ങൾ പ്രാദേശികമായിട്ടുള്ള ത്രിതല പഞ്ചായത്തായാലും പിന്നെ MLA-മാരായാലും സംസ്ഥാന ഗവൺമെൻറ്റായാലും MP-മാരായാലും കേന്ദ്ര ഗവൺമെൻറ്റായാലും ജില്ലാ ഭരണകൂടങ്ങളായാലും നാടിൻ്റെ സാമൂഹികവും സാംസ്കാരികവും വികസനപരമായ കാര്യങ്ങളിൽ നിരന്തരമായി ബന്ധപ്പെടാറുണ്ട്. ഞങ്ങൾക്ക് ധാരാളം ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളൊക്കെ അവർക്ക് കഴിയുന്നത് പോലെ എല്ലാ രീതിയിലും സഹകരിക്കുന്നുണ്ട്. ഞങ്ങളുമായി പറഞ്ഞാൽ നല്ല സഹകരണമാണ്. എന്തായാലും ഒരു 5-6 മാസം കഴിയുമ്പോൾ ഇടതുപക്ഷം ഭരിക്കുമ്പം ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു അവരുടെ പാർട്ടിയുടെ കെറുപ്പിൽ ഒരു സംഘടനയുണ്ട്, അപ്പം ഞങ്ങളെ പാടെ അവഗണിക്കും എന്നൊരു ധാരണ പൊതുവെ പല ആളുകളുടെ എടുത്തുണ്ടെങ്കിലും സത്യത്തെങ്കിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും പരിഗണിക്കാനും മറ്റേതു വ്യാപാര സംഘടനയേക്കാൾ കൂടുതൽ ഇടതുപക്ഷ ഗവൺമെൻറ് ഞങ്ങൾക്ക് വലിയ പരിഗണന നൽകുന്നുണ്ട്. അതിൻ്റെ പ്രത്യേകമായ കാര്യം ഞാൻ ചിന്തിക്കുന്നതും ഞാൻ മനസ്സിലാക്കുന്നതും ഇടതുപക്ഷ ഗവൺമെൻറ്റും ആ പാർട്ടിയും നാട്ടിലെ ഓരോ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും സസൂക്ഷ്മം അവർ നിരീക്ഷിക്കുന്നുണ്ട്, വീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ അവഗണിക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് ഇല്ലാതെ ആർക്കും മുന്നോട്ടേക്ക് പോകാൻ കഴിയില്ല. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞങ്ങളെ എല്ലാ തലത്തിലും പരിഗണിച്ചിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ബോർഡിൽ ഞങ്ങൾക്ക് മതിയായ പ്രാതിനിധ്യം നൽകിയിട്ടുണ്ട്. എല്ലാ ബോർഡിലും ഭൂരിപക്ഷ ആളുകളും ഞങ്ങളുടേതാണ്. മിക്കവാറും പല കാര്യങ്ങളിലും ഞങ്ങളുമായിട്ട് വിളിച്ച് സംസാരിക്കാറുണ്ട്. എല്ലാത്തിനും തീർപ്പ് കൽപ്പിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് പറഞ്ഞ കുറേ കാര്യങ്ങൾ പ്രാവർത്തികമാക്കി തന്നിട്ടുണ്ട്. ഈ പെൻഷനായാൽ ഞങ്ങളുടെ സർക്കാർ ക്ഷേമനിധി, ആ സർക്കാർ ക്ഷേമനിധി ഞങ്ങളാണ് കൂടുതൽ. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഗവൺമെൻറ്റിനെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും അത് പൂർണ്ണമായിട്ടില്ല. ഒരു 6 മാസം കഴിയുമ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരികയാണ്. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സമ്മർദ്ദ ശക്തിയായി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലൊക്കെ 1000 വോട്ടല്ല, ഒരു 10 വോട്ട് പോലും നിർണായകമാണ്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ഉറച്ച നിലപാടിലേക്ക് നിങ്ങൾ പോകും? തദ്ദേശ സ്വയം ഭരണ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ വ്യാപാരികളുടെ കുടുംബത്തിൽപ്പെട്ടവർ എല്ലാ പഞ്ചായത്തിലും ഒരാളെങ്കിലും ഉണ്ടാകാനുള്ള പ്രവർത്തനം ഞങ്ങൾ നടത്തും. ഞങ്ങൾ പാർട്ടിയൊന്നും നോക്കിയില്ല. വ്യാപാരികൾ പൊതുവെ ഗ്രാമങ്ങളിലേക്കും പട്ടണങ്ങളിലേക്കും വന്നാൽ ജനസമ്മതിയുള്ളവരാണ്. വ്യാപാരികൾ സ്ഥാനാർത്ഥിയായിട്ട് നിന്നാൽ ഭൂരിപക്ഷം സ്ഥലങ്ങളിലും തോക്കുന്നിടത്ത് പോലും ജയിക്കാൻ സാധ്യതയുണ്ട്. അത് പാർട്ടി തിരിച്ചറിഞ്ഞിട്ടുണ്ട്, മുന്നണി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾ സ്വതന്ത്രമായി മത്സരിക്കുമോ അല്ല പാർട്ടിയുടെ ഭാഗമായി? ഞങ്ങൾ മത്സരിക്കും. ഞങ്ങൾ മത്സരിക്കുമ്പം പാർട്ടികൾ പിന്തുണയ്ക്കും. ആ പിന്തുണയ്ക്കുന്നതിൽ ഒരു ശക്തിയായിട്ട് ഞങ്ങൾ നിങ്ങൾ ഓരോ മുന്നണിയോടും പറയും ഇന്നയാളെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ളൊരു ആവശ്യം നിങ്ങൾ ഉന്നയിക്കുമോ? ഞങ്ങളതിനേക്കാൾ കൂടുതൽ ഇപ്പം ഓരോ കോർപ്പറേഷനും മുനിസിപ്പാലിറ്റി എടുത്താൽ ഇന്ന വാർഡിലേക്ക് ഞങ്ങൾ ഇന്നയാളെ നിർത്തി മത്സരിപ്പിക്കാൻ തീരുമാനമെടുക്കും. അതിൻ്റെ പ്രാഥമികമായ നടപടികൾ ഞങ്ങൾ നടത്തും. സ്വാഭാവികമായും മത്സരിക്കുന്ന വ്യക്തികൾ എന്ന നിലയ്ക്ക്, പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഇന്ന വാർഡിൽ ഇന്നയാൾ മത്സരിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പിന്തുണ വേണം എന്ന് സ്വാഭാവികമായും ഞങ്ങളെല്ലാവരോടും ആവശ്യപ്പെടും. അതിൽ മുന്നണി വ്യത്യാസമില്ല? ഒരു മുന്നണി വ്യത്യാസമില്ല. BJPയോടും ചോദിക്കും, UDF-നോടും ചോദിക്കും, LDF-നോടും ചോദിക്കും. അവർ ഞങ്ങളെ പിന്തുണച്ചാൽ ആ പിന്തുണ സ്വീകരിക്കും. ആരൊക്കെ വോട്ട് ചെയ്താലും ആ വോട്ട് ഞങ്ങൾ സ്വീകരിക്കും. ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഇതിൽ പ്രാവർത്തികമാക്കും? ഇപ്പം നിലവിലുണ്ട്. അതിനേക്കാൾ കൂടുതൽ അംഗബലം ഓരോ മുനിസിപ്പാലിറ്റി എടുത്താൽ, കണ്ണൂർ ജില്ലയിൽ തന്നെ എടുത്താൽ പയ്യന്നൂരിൽ 5-6 വ്യാപാരികൾ അവിടെ ഏത് മുന്നണി അത് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയാണ് പയ്യന്നൂരിൽ കൂടുതലും. എന്നാൽ തളിപ്പറമ്പിൽ വരുമ്പം UDF-ൻ്റെയാണ്. കണ്ണൂർ വന്നാൽ ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവരെ നിർത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും 1-2 പേരെ പലപ്പോഴായിട്ട് കിട്ടിയിട്ടുള്ളൂ. കണ്ണൂരിലും തലശ്ശേരിയിൽ UDF-ലും LDF-ലും BJP-ലും പെട്ട ആളുകളുണ്ട്. എന്തായാലും അങ്ങനെ എല്ലാ പഞ്ചായത്തുകളിലും ഉണ്ട്. ഞങ്ങളുടെ ആളുകൾ തന്നെ പഞ്ചായത്ത് ഭരിക്കുന്നുണ്ട് കണ്ണൂർ ജില്ലയിൽ.
കുട്ടിയൂർ പഞ്ചായത്ത് ഭരിക്കുന്ന ഞങ്ങളുടെ ചുങ്കക്കുന്ന് യൂണിറ്റ് പ്രസിഡൻ്റാണ്. ഒരു സ്ഥലം പറയാം. അതുപോലെ തന്നെ മറ്റു പല സ്ഥലത്തും മറ്റു പല ജില്ലകളിലും ഞങ്ങളുടെ യൂണിറ്റിൻ്റെ പ്രസിഡൻറ്റോ ജനറൽ സെക്രട്ടറിയോ ആയിട്ടുള്ള ആളുകൾ പിന്നെ പഞ്ചായത്ത് ഭരിക്കുന്നുണ്ട്, മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഞങ്ങളവിടെ രാഷ്ട്രീയ നിറം നോക്കിയില്ല. എല്ലാവരെയും സമഭാവനയോടെ കണ്ടുകൊണ്ട് മറ്റുള്ളവർക്ക് സ്വീകാര്യമായ രീതിയിൽ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള സംവിധാനമാണ് ഞങ്ങളുള്ള സ്ഥലങ്ങളിലെല്ലാം നടത്തിയിട്ടുള്ളത്. അപ്പം ഞങ്ങളവിടെ എത്തിക്കുന്നതിൻ്റെ പ്രധാനമായ ഉദ്ദേശം അസ്ഥാനത്തേക്കാൾ ഉപരി ഒരു കച്ചവടക്കാരൻ വന്നാൽ, ഒരു സാധാരണക്കാരൻ വന്നാൽ അവൻ്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ സാധ്യമാകുന്ന രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ്. ഇന്നിപ്പം കേരള ഗവൺമെൻറ് എടുത്താൽ കച്ചവട കുടുംബത്തിൽ നിന്ന് മന്ത്രിമാരടക്കമുണ്ട് എന്ന് അവർ വരുമ്പം യോഗത്തിൽ വരുമ്പം പ്രസംഗിക്കുന്നുണ്ട്, കലാകാരന്മാരുണ്ട്. അവരെയെല്ലാം ഞങ്ങൾ പിന്തുണയ്ക്കും. ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ആളുകൾ ഇല്ലാത്ത ഒരു പഞ്ചായത്തും ഉണ്ടാകരുതെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുക. ഞങ്ങൾ അതിന് വേണ്ടുന്ന നീക്കം നടത്തും. എന്തായാലും രാഷ്ട്രീയമായ ഇടപെടൽ എന്നുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചുകൊണ്ടുള്ള ഒരു ഇടപെടലായിരിക്കില്ല എന്നാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ ദേവസ്യ മേച്ചേരി വ്യക്തമാക്കുന്നത്. പക്ഷേ ഒരു രാഷ്ട്രീയ ഇടപെടൽ എന്നതിനപ്പുറം വ്യാപാരികൾക്ക് ആ രാഷ്ട്രീയ രംഗത്ത് അല്ലെങ്കിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലൊക്കെ ഒരു അംഗത്വം ഉറപ്പിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യാപാരി വ്യവസായി സമിതി CPM-ന്റെ ഒരു പ്രൊഡക്റ്റാണ്. CPM നേതാക്കളൊക്കെ മുൻകൈ എടുത്തുകൊണ്ട് രൂപം കൊടുത്ത വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്കെതിരായി രൂപം കൊടുത്ത ഒരു സംഘടനയാണ്. സ്വാഭാവികമായും CPM-ന്റെ ഈ ഒരു സംഘടന ഉള്ളപ്പോൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിലുള്ള ആളുകൾ കൂടുതലും UDF-ന്റെയും BJP-യും ഒക്കെ അനുഭവമുള്ള ആളുകളായിരിക്കും. അപ്പോൾ നിങ്ങൾ രാഷ്ട്രീയമായി UDF-നെ പിന്തുണക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? രാഷ്ട്രീയമായ കാഴ്ചപ്പാട് വ്യാപാരികൾക്കുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാഷ്ട്രീയപ്രേരിതമായിട്ട് CPM മാത്രമല്ല വ്യാപാര സംഘടന രൂപീകരിച്ചിട്ടുള്ളത്. ആദ്യമായിട്ട് വ്യാപാര സംഘടന രൂപീകരിച്ചത് K. കരുണാകരനാണ്. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ്. കോൺഗ്രസ്സുകാർക്കൊരു സംഘടനയുണ്ട്. അങ്ങനെ ഒരു സംഘടനയുണ്ടെന്ന് ഒരാൾക്ക് പോലും അറിയത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പം BJP-യും BJP-യുടേതായ ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. CPM-ഉം സമിതി രൂപീകരിച്ചിട്ടുണ്ട്. CPM പാർട്ടി തന്നെ അവരുടെ പാർട്ടി സമ്മേളനത്തിൽ തന്നെ വിലയിരുത്തിയിട്ടുള്ളതും അവർ പരസ്യമായിട്ട് സമ്മതിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യം, ഞങ്ങൾക്ക് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളുണ്ട്, എല്ലാ പ്രസ്ഥാനങ്ങളുമുണ്ട്, പക്ഷേ ഞങ്ങൾ വിചാരിച്ചിട്ട് സംഘടിപ്പിക്കാൻ കഴിയാത്തതും ശക്തമായ ആളെ സ്വാധീനിക്കാൻ കഴിയാത്തത് വ്യാപാരി സമിതി തന്നെയാണ്. അവരും അതുകൊണ്ട് ആ ഉദ്യമം അവസാനിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പിന്നെ ഞങ്ങളിൽ UDF-കാരാണോ LDF-കാരാണോ BJP-കാരാണോ കൂടുതൽ എന്ന കാര്യം അങ്ങനെ പരിശോധിച്ചാൽ അതിനൊറ്റയടിക്ക് മറുപടി പറയാൻ വേണ്ടി കഴിയില്ല. LDF-ലുള്ള ആളുകൾ ഇപ്പോഴും ഏകോപന സമിതിയിലുള്ള ആളുകൾ ആരാണ് എന്ന് നിങ്ങൾ ഗ്രാമാന്തരങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിൽ കഴിയും. ഒന്ന്, പാർട്ടി ഗ്രാമങ്ങളുണ്ട് ചില സ്ഥലത്ത്. ആ പാർട്ടി ഗ്രാമങ്ങളിൽ നിർബന്ധിതമായ സാഹചര്യത്തിൽ അവരുണ്ട്. രണ്ടാമതായി, വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിൽ കാലാകാലങ്ങളിൽ പ്രവർത്തിച്ചവർ, അവിടുന്ന് ഏതെങ്കിലും കുഴപ്പം കാണിച്ച് പുറത്തുപോയവർ, സ്ഥാനം നഷ്ടപ്പെട്ടവർ, അധികാരമോഹത്തിൻ്റെ പേരിൽ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന പല ആളുകളും CPM-കാരല്ല. അതിൻ്റെ തലപ്പത്തിരിക്കുന്ന പല ആളുകളും UDF-ൻ്റെ ആളുകളാണ് എന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവും വേണ്ട. എന്നാൽ അവിടെ ചെന്ന് കയറിക്കഴിയുമ്പം അത് പാർട്ടി ഓഫീസിൽ നിന്നാണ് അതിൻ്റെ നിയന്ത്രണം വരുന്നത് എന്ന് മനസ്സിലാക്കുമ്പം അവിടെ അധികം കാലം പിടിച്ചു നിൽക്കാതെ പുറത്തേക്ക് വരുന്ന ധാരാളം കാഴ്ചകൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പം സ്വാഭാവികമായും കച്ചവടക്കാർ പട്ടണത്തിലുള്ളവരാണ്. പട്ടണത്തിലൊക്കെ UDF-ന് ഒരല്പം മുൻതൂക്കമുണ്ട് എന്നത് വാസ്തവമാണെങ്കിലും മൊത്തത്തിൽ ഒരു ജില്ല എടുക്കുമ്പോൾ, ഇപ്പം കണ്ണൂർ ജില്ല എടുക്കുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ 11 നിയോജക മണ്ഡലത്തിൽ 6 നിയോജക മണ്ഡലത്തിൽ മൃഗീയമായ മുൻതൂക്കം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. അവിടെയുള്ള ആളുകൾ കച്ചവടക്കാരാണ്, അവർ കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ്.
അവിടെയെല്ലാം ഞങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയ അടുക്കും ചിറ്റിൽ പ്രവർത്തിക്കുന്ന സംഘടനാ സംവിധാനമാണ് ആ മേഖലയിലെല്ലാം തന്നെയുള്ളത്. ഇടതുപക്ഷ ചിന്താഗതിയുള്ള ആളുകൾ നേതൃനിരയിൽ സംസ്ഥാന തലത്തിൽ തന്നെ ഞങ്ങളുടെ സംസ്ഥാന ഭാരവാഹിയിൽ തന്നെ പല ആളുകളും ഇടതുപക്ഷ ചിന്താഗതിക്കാരാണ്. UDF-നേക്കാൾ കൂടുതൽ ഇടതുപക്ഷ ചിന്താഗതിയുള്ള ആളുകൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിലുണ്ട്. ചിന്താഗതിയാണ് പറഞ്ഞത്. പാർട്ടി പ്രവർത്തനം ഞങ്ങൾക്ക് പറ്റില്ല, അതുകൊണ്ട് ആരും അതിനകത്തൊരു പരസ്യമായ പ്രവർത്തനത്തിന് പോകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ സെക്രട്ടേറിയറ്റിലിപ്പം സംസ്ഥാനത്ത് 17 പേരുണ്ട്. അതിനകത്ത് 10 പേരോളം പല കാരണങ്ങളാൽ ഇടതുപക്ഷത്തിന് സ്ഥിരമായി വോട്ട് ചെയ്യുന്നവരാണ് എന്ന കാര്യം ഞങ്ങൾക്കറിയാം. അതൊന്നും ഞങ്ങളുടെ അടുത്തില്ല. കച്ചവടക്കാർ, അത് ഇടതുപക്ഷമാകട്ടെ വലതുപക്ഷമാകട്ടെ BJP ആകട്ടെ, അവരുടെ നിലനിൽപ്പിന് വേണ്ടി ആരെ ഭരിച്ചാലും തലയെടുപ്പോടുകൂടി ഭയവികലരായി പറയാൻ കഴിയുന്നത് ആർക്കാണെന്നുള്ള കാര്യം അവർക്കറിയാം. സമ്മതിക്കാരോട് തന്നെ ചോദിച്ചാൽ അവർ തന്നെ വളരെ കൃത്യമായ മറുപടി പറയും. UDF ഭരിച്ചപ്പം ഞങ്ങൾക്ക് ലഭിച്ച പരിഗണന പോലും സ്വന്തം പാർട്ടി ഭരിക്കുമ്പം കിട്ടുന്നില്ല എന്നവർ ആവലാതി സ്വകാര്യ സംഭാഷണത്തിൽ പറയുന്നത് ഞങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇടതുപക്ഷ ചിന്താഗതിക്കാരായ ആളുകൾ ഒരു 20% പോലും സമിതിയിലില്ല. 80% ആളുകളും കണ്ണൂരിൽ പോലും, കണ്ണൂരാണല്ലോ ഇടതുപക്ഷത്തിൻ്റെ വലിയ ശക്തി, ഇവിടെ പോലും ഞങ്ങളുടെ കൂടെയാണ്. ഞങ്ങളുടെ അടുത്ത് സ്ട്രോങ് ആയിട്ടുള്ള അവരുടെ പ്രവർത്തനമാണ് നടന്നു വരുന്നത്. പിന്നെ അവരില്ലെന്നോ മറ്റവരാരും ഇല്ല, അതൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. ഞങ്ങൾ ഞങ്ങളുടേതായ പ്രവർത്തനമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നു. ഞങ്ങളുടെ കച്ചവടം നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ട്. ഞങ്ങൾക്ക് എല്ലാ തലത്തിലുള്ള അംഗീകാരം എല്ലാ മേഖലകളിൽ നിന്നും മതിയായ പ്രാധാന്യം ഞങ്ങൾക്ക് ലഭിക്കും. ശരിക്കും ഈ 2 സംഘടന ആവശ്യമുണ്ടോ? ഒറ്റ വ്യാപാരി സംഘടന എന്ന രീതിയിലേക്ക് ചർച്ചകൾ പോകും. വ്യാപാരികൾക്ക് ഒരു സംഘടനയെ ആവശ്യമുള്ളൂ. എന്നാൽ ഏകോപന സമിതിക്ക് ശേഷമാണ് മറ്റ് സംഘടനകളൊക്കെ രൂപീകരിക്കപ്പെട്ടത്. അത് ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ഭരണാധികാരികളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയുമോ എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിൽ അത്തരത്തിലുള്ള ആളുകൾ രൂപീകരിക്കപ്പെട്ടതാണ്. എന്നാൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ രാഷ്ട്രീയ അടിമകളാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തില്ലാതെ ഒരാൾക്ക് മുന്നോട്ടേക്ക് പോകാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ കഴിയുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയായിട്ട് ചെന്നാൽ പോലീസുകാർ ആദ്യം ചോദിക്കുന്നത് ഏത് പാർട്ടിയിൽപ്പെട്ടതാണ്. ഒരാഫീസിൽ ചെന്നാൽ ഏത് പാർട്ടിയാണ് എന്നാണ് അവർ അന്വേഷിക്കുക. അവർ ചോദിക്കുന്ന വേറെ ദുരുദ്ദേശത്തിലൊന്നുമല്ല, ഇവൻ്റെ പിന്നാലെ ആരെങ്കിലും വരാനുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ്. അപ്പം നിർബന്ധിതമായും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഇല്ലെങ്കിൽ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന തെറ്റായ ഒരു ധാരണ സമൂഹത്തിന് മുന്നിലുണ്ട് എന്നത് ഒരു കാര്യമാണ്. അപ്പം രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു അണ്ടറിൽ അല്ലെങ്കിൽ അടിമത്തത്തിൽ പരസ്യമായിട്ട് അങ്ങനെയൊന്നും പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും രഹസ്യമായിട്ട് വരുമ്പോൾ വളരെ വോട്ടൊക്കെ മാറി മാറി ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അങ്ങനെ അത് ഓരോ സാഹചര്യത്തിനനുസരിച്ച് അങ്ങനെയും കാണുന്നുണ്ട്. അപ്പം രാഷ്ട്രീയ അടിമത്തം നമ്മളുടെ ഇടയിലുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യം. അത് മറച്ചു വെച്ച് ആർക്കും മുന്നോട്ടേക്ക് പോകാൻ കഴിയില്ല. അത് പ്രാദേശിക ഭരണകൂടമായാലും സംസ്ഥാന ഭരണകൂടമായാലും കേന്ദ്ര ഭരണമായാലും ആ ഭരണത്തെയൊക്കെ നിയന്ത്രിക്കുന്നതിൽ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുള്ള പങ്ക് ആർക്കും കുറച്ച് കാണാൻ വേണ്ടി കഴിയില്ല. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണല്ലോ പലപ്പോഴും വിവിധ തലങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആര് സ്ഥാനാർത്ഥിയാകണം എന്ന് തീരുമാനിക്കുന്നത്. അവരുടെ ചിഹ്നത്തിലാണല്ലോ മത്സരിക്കുന്നത്. ഇപ്പം നിയമത്തിൽ തന്നെ മത്സരിക്കുന്ന ചിഹ്നം മാറി പാർട്ടി മാറി അഭിപ്രായം പറയുന്ന സാഹചര്യം ഉണ്ടായാൽ അംഗത്വം തന്നെ അയോഗ്യമാക്കുന്ന വലിയ നിയമമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അപ്പം രാഷ്ട്രീയ അടിമത്തം ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അത് മറച്ചു വെച്ച് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ കഴിയില്ല. ആ ഒരു വേദന സമൂഹമാകെയുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ വ്യാപാരികളുണ്ട്. എന്നാൽ വ്യാപാരികൾക്ക് രാഷ്ട്രീയമുണ്ടെങ്കിലും അവരൊരിക്കലും ആ രാഷ്ട്രീയത്തിൻ്റെ മുഖം ആരെയും കാണിക്കാറില്ല. ശരിയായിട്ടുള്ളൊരു വ്യാപാരിയുടെ കടയിൽ എല്ലാവരും വരണം. കടയിൽ രാഷ്ട്രീയക്കാരനാണെന്ന് തോന്നിയാൽ എതിർ രാഷ്ട്രീയത്തിൽപ്പെട്ടവർ വരില്ല. ഒരു കാലത്ത് ഗ്രാമങ്ങളിലുള്ള കട ചില രാഷ്ട്രീയ പാർട്ടിയുടെ ആഫീസായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പത്രങ്ങൾ വളരെ ചുരുങ്ങിയ സ്ഥലത്തേ വരൂ, ടെലിഫോൺ ചുരുങ്ങിയ സ്ഥലത്തേ ഉള്ളൂ, പാർട്ടിക്ക് ആഫീസില്ല. അപ്പോൾ അവരൊക്കെ ഗ്രാമത്തിലുള്ള ഏതെങ്കിലും ഒരു കടയെ ആശ്രയിച്ച് അവരുടെ പ്രവർത്തനത്തിൻ്റെ പ്രചരണങ്ങൾ നടത്തുന്ന, വാഗ്വാദങ്ങൾ നടത്തുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു.
അപ്പം എതിർ പ്രസ്ഥാനത്തിൽപ്പെട്ടവർ അതവരുടെ ശത്രുപാളയത്തിൽ കണ്ടുകൊണ്ട് ആ കടകൾ ആക്രമിക്കുകയും തീവച്ച് നശിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഞങ്ങളത് തിരിച്ചറിഞ്ഞു. ഞങ്ങളതുകൊണ്ട് ഞങ്ങളാരും രാഷ്ട്രീയം പറയാറില്ല. കടയിൽ വെച്ച് രാഷ്ട്രീയം പറയാനുള്ള അവസരം കൊടുക്കാറില്ല. അത്തരത്തിൽ നിന്നൊക്കെ ആളുകൾ മാറി നിൽക്കണം എന്ന സന്ദേശം ഞങ്ങൾ നൽകുകയും അത് കേരളത്തിലെ വ്യാപാരികൾ, പ്രത്യേകിച്ച് കണ്ണൂരിലെ വ്യാപാരികൾ സ്വീകരിക്കുകയും ചെയ്തു. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അത് അംഗീകരിച്ചു. അതുകൊണ്ട് സത്യത്തിൽ ഇപ്പോൾ ഒരു 10 കൊല്ലം ഇങ്ങോട്ടേക്ക് എടുത്താൽ കടകൾ, രാഷ്ട്രീയ പാർട്ടികൾ തീവെക്കുന്ന സമ്പ്രദായമില്ല. കടകൾ ആക്രമിക്കുന്ന സംഭവം വളരെ ഒറ്റപ്പെട്ടതേ ഉള്ളൂ, നമുക്ക് എടുത്തു പറയാൻ കഴിയില്ല. അങ്ങനെ എടുത്തു പറയേണ്ടതൊന്നുമില്ല. അപ്പം അങ്ങനെ മാറ്റം വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളാരും രാഷ്ട്രീയമുണ്ട്, അത് വോട്ട് ചെയ്യാൻ പോയാൽ അത് വോട്ട് ചെയ്തെന്ന് വരും. അതിലപ്പുറത്ത് രാഷ്ട്രീയ പ്രചരണത്തിന് നിൽക്കാറില്ല. ഞങ്ങളുടെ സ്ഥാപനങ്ങളും വീടുകളും തൊഴിൽശാലകളും ഒന്നും തന്നെ രാഷ്ട്രീയ പ്രചരണത്തിനുള്ള കേന്ദ്രങ്ങളാക്കി മാറ്റാറുമില്ല. അതിൽ നിന്നെല്ലാം ഞങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കും. ഈ ഏതെങ്കിലും തരത്തിൽ ഒരു യോജിപ്പിന് ഒരു വ്യാപാരി സംഘടനകളെല്ലാം ഒന്നാകണം എന്നുള്ള രീതിയിലേക്കൊരു ചർച്ച പോയാൽ വ്യാപാരി വ്യവസായി സമിതി സ്വീകരിക്കാൻ ഏകോപന സമിതി തയ്യാറാണോ? വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. ഏതൊരു സമയത്തും വരാം. പിന്നെ ഞങ്ങൾക്ക് സമിതി ഒരു തലവേദനയായിട്ട് തോന്നിയിട്ടില്ല. വേറൊരു വ്യാപാര സംഘടനകളും വ്യാപാര മേഖലയെ ദോഷകരമായി ബാധിക്കുന്ന ഞങ്ങൾ നടത്തിയ എല്ലാ പ്രക്ഷോഭത്തോടും അവർ പത്രപ്രസ്താവനയിലൂടെ സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞാലും പിറ്റേ ദിവസം ഞങ്ങളുടെ സമരത്തോട് പൂർണ്ണമായി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ അവർ നിർബന്ധിതരായ സാഹചര്യമാണ് ഞങ്ങൾ എവിടെയും കണ്ടുവരുന്നത്. ഒറ്റപ്പെട്ട ചില സ്ഥലത്ത് ആളില്ലാത്ത പട്ടണങ്ങളിലൊക്കെ തുറന്നാലും പട്ടണങ്ങൾ കേന്ദ്രീകരിച്ച് അവർക്ക് ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങളുടെ നിലപാടിനെതിരെ ഒരു നയം സ്വീകരിക്കാൻ അവർക്ക് ഇതുവരെ കഴിഞ്ഞതായിട്ട് കാണുന്നില്ല. അപ്പോൾ അവർ വ്യാപാരികൾ, അത് സംഘടനയുടെ ഭാഗമല്ല, വ്യാപാരികളുടെ മനസ്സതാണ്. ഏത് പ്രസ്ഥാനം പറഞ്ഞാലും വ്യാപാരികൾക്ക് വേണ്ടി നിലപാട് സ്വീകരിക്കുന്ന ആ നയത്തോട് സംഘടന നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ നിലപാടുകൾ സ്വീകരിക്കുന്നവരാണ് വ്യാപാരികൾ. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാം. നിങ്ങൾ വ്യാപാരികളുടെ ഉന്നമനത്തിനു വേണ്ടി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൽ ഇടയിലാണ് ചില പുഴുക്കുത്തുകൾ വന്നിട്ടുള്ളത്. നമ്മുടെ തൊട്ടടുത്ത അത്താഴക്കുന്നിലൊക്കെ പണം നിക്ഷേപിച്ച ആളുകൾക്ക് അത് തിരിച്ചു കിട്ടാതെ വലിയ തോതിലുള്ള പ്രയാസം അനുഭവിക്കുന്ന ഒരു പ്രശ്നം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന ഒറ്റ സംഘടനയെ വിശ്വസിച്ചുകൊണ്ട് മാത്രമാണ് ആളുകൾ ഈ ചിട്ടിയിലേക്കൊക്കെ ചേരുന്നത്. അപ്പോൾ ആ വിശ്വാസ്യതയ്ക്ക് ഒരു കോട്ടം തട്ടുന്ന നടപടികളൊക്കെ ചില ഭാഗങ്ങളിൽ അങ്ങിങ്ങൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ അത്താഴക്കുന്ന് പ്രശ്നങ്ങളിലൊക്കെ വ്യാപാരി വ്യവസായ സമിതി ഇപ്പോൾ ഏറ്റവും ഒടുവിലെടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങൾക്ക് അക്കാര്യത്തിൽ വളരെ കൃത്യമായ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഞങ്ങളിപ്പോഴും ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് സംഘടനാ പ്രവർത്തനം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് സാമ്പത്തികം. വ്യക്തികൾ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നതിൽ ശ്രദ്ധിക്കണം, സംഘടന സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നതിൽ ശ്രദ്ധിക്കണം. സ്വന്തമായി ഉണ്ടാകുന്ന വീഴ്ചകൾ സംഘടനയെ മുൻനിർത്തി സംഘടനയുടെ പേരുപയോഗിച്ചുകൊണ്ട് സമൂഹ മധ്യത്തിൽ വ്യാപാരികൾക്ക് ദോഷകരമായി സംഭവിക്കാവുന്ന പല നിലപാടുകളും വളരെ ചുരുങ്ങിയ സ്ഥലത്ത്, ഒരു 4-5 സ്ഥലത്ത് ഈ ജില്ലയ്ക്കകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അത് മറച്ചു വെക്കാൻ വേണ്ടി കഴിയില്ല. നമുക്ക് നേരിട്ട് പങ്കില്ലെങ്കിലും അതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വവും ചുമതലയും നമ്മൾ ഏറ്റെടുക്കാതിരിക്കാൻ പറ്റത്തുമില്ല. നമ്മളത് ഏറ്റെടുക്കാറുമുണ്ട്. അപ്പോൾ അത് നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്ന സംഭവമാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ യഥാസമയത്ത് മനസ്സിലാക്കാനും കണ്ടുപിടിക്കാനും ബന്ധപ്പെട്ടവർക്ക് കഴിയാതെ വരുന്നതാണ് അത് അത്ര വളർന്ന് വലുതാകുന്നത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു ക്യാമ്പയിൻ നമ്മളിപ്പം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളത് പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ സംഘടനയെ വിശ്വസിച്ച് നിക്ഷേപം നടത്തിയ ആളുകൾക്ക് താൽക്കാലികമായി പ്രയാസം ഉണ്ടായാലും അത് കഴിഞ്ഞത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള വലിയ പ്രവർത്തനം നമ്മൾ എല്ലാ സ്ഥലത്തും നടത്തുന്നുണ്ട്. വ്യാപാര ഭവൻ വിറ്റിട്ട് തന്നെ ബാധ്യത തീർക്കുന്ന സാഹചര്യമുണ്ട്. ഈ ബാധ്യതയ്ക്ക് ഇടയായവരുടെ സ്വത്തുക്കൾ വിറ്റ് ബാധ്യത തീർക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ഈ അത്താഴക്കുന്നിലും അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നു. അത്താഴക്കുന്നിലും അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തി. പിന്നെ ആ ഇടപെടലുകൾ പലപ്പോഴും പാളിപ്പോകുന്നത് ചില ആളുകൾ വന്നിടപെടുമ്പം അവരൊരു ദീർഘവീക്ഷണമില്ലാതെ, കാഴ്ചപ്പാടില്ലാതെ താൽക്കാലിക നേട്ടത്തിന് വേണ്ടി ഇടപെടുമ്പം ഉണ്ടാകുന്ന ചില പ്രതിസന്ധികളുണ്ട്. അവിടെയും വലിയൊരു പൈസ സ്വരൂപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.
പൂർണ്ണമായ രീതിയിൽ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അത് ഭാഗികമായി കൊടുക്കാനുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതും കൊടുക്കാതെ വരുന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു കടയിൽ കള്ളം കയറിയാൽ, വീട്ടിൽ കള്ളം കയറിയാൽ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പം പലപ്പോഴും ആ മോഷണത്തിന് ഇടയായ ആളാണ് അതിൻ്റെ മുൻപന്തിയിൽ നിന്ന് കാര്യങ്ങൾ നീക്കുന്നത്. അത് തിരിച്ചറിയാൻ ഒരു സമൂഹത്തിന് കഴിയാതെ വരുമ്പോഴും ശരിയായിട്ടുള്ള നിക്ഷേപകർക്ക് അല്ലെങ്കിൽ ശരിയായി അർഹതപ്പെട്ടവർക്ക് പലപ്പോഴും കിട്ടാതെ പോകുന്നു. ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ടായ ഏറ്റവും വലിയൊരു മോഷണത്തെ സംബന്ധിച്ച് നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ പോലീസ് ഒന്ന് പരിശോധിക്കുമ്പം അതിൽ മുഖ്യ പങ്ക് വഹിച്ചയാൾ രാവിലെ മുതൽ അവിടെയുണ്ട്. എന്നാൽ പോലീസിൻ്റെ വലിയ മികവ് കൊണ്ട് അത് പിടിക്കാൻ വേണ്ടി കഴിഞ്ഞു. എന്ന് പറഞ്ഞതുപോലെ ഈ സംഭവത്തിൽ ഇടപെടുമ്പം അത് പത്രക്കാർക്കായാലും ദൃശ്യമാധ്യമ പ്രവർത്തകർക്കായാലും പോലീസിനായാലും ഒരാളെ വീഴാൻ പോകുമ്പം പിടിച്ചെഴുന്നേക്കാൻ ശ്രമിക്കുന്നവർ രക്ഷപ്പെടുത്താനാണോ അതെയോ അവരുടെ സ്വാർത്ഥമായ എന്തെങ്കിലും കാര്യങ്ങൾ നേടാനാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാതെ വരുന്ന ചില സന്ദർഭങ്ങളുണ്ട് എന്നത് വസ്തുതാപരമായ കാര്യമാണ്. അവിടെയാണ് നമുക്ക് സംരക്ഷിക്കാൻ കഴിയാതെ വരുന്നത്. ശരിയായ രീതിയിൽ സമീപിച്ചാൽ നമുക്ക് പലതും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും പല സ്ഥലങ്ങളിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ളതായിരിക്കും മറ്റുള്ള ജില്ലകളിൽ ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല, എന്നാലും ഒട്ടുമുക്കാലും കാര്യത്തിനും പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി, അതായത് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യാപാര സ്ഥാപനങ്ങളെ വിറ്റിട്ടാണെങ്കിലും അത് കൊടുക്കും. നമ്മൾ കൊടുക്കാനുള്ളത് അതിപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾ കേളകത്ത് വിറ്റ് കഴിഞ്ഞു, ഒരു പൈസ കൊടുക്കാനുണ്ട്. മട്ടന്നൂർ മുഴുവൻ വിറ്റു. ആ വിറ്റത് മാത്രമല്ല, അത് കഴിഞ്ഞ് സ്വരൂപിക്കാൻ കഴിയുന്ന പണവും കൂടെ സ്വരൂപിച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട്. മാണിപ്പാറ സംഭവം ഉണ്ടായി, അവിടെയും അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾ തന്നെ വിറ്റ് അവിടുന്ന് സ്വരൂപിക്കാൻ കഴിയുന്ന പണവും കൂടെ നിക്ഷേപിച്ച്, എന്നാലും ഒരു പക്ഷേ പൂർണ്ണമായ രീതിയിൽ കൊടുക്കാൻ കഴിഞ്ഞെന്ന് വരികയില്ല. പറ്റുന്ന പണം കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. കൊടുക്കാത്ത സ്ഥലങ്ങൾ വളരെ കുറവാണ്. അത്താഴക്കുന്നിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതവരാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിൻ്റെ ആളുകൾ വേണ്ടുന്ന രീതിയിൽ ബാക്കിയുള്ള ആളുകൾ വരണമല്ലോ. മരിച്ച ആൾ എന്താണ് സംഭവമെന്ന് കൃത്യമായി ഒരാളോടും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഒറ്റയ്ക്കായിരിക്കണം എന്ന് നിർബന്ധമില്ല. ഒറ്റയ്ക്ക് ഒരാൾക്ക് അത്രമാത്രം ചെയ്യാൻ വേണ്ടി കഴിയുമോ? അയാൾ എന്തെങ്കിലും ഒരു സൂചന തന്നിരുന്നെങ്കിൽ അത് പരിഹരിക്കാൻ കഴിയുമായിരുന്നു. ഞാനതിൻ്റെ മക്കളോട് തന്നെ പറഞ്ഞു, നിങ്ങളെല്ലാം വീടും സ്ഥലവും വിറ്റിട്ട് ബാധ്യത തീർക്കണം. നിങ്ങളുടെ വിദ്യാഭ്യാസം, നിങ്ങളുടെ വീട്, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ തൊഴിൽ, അത് പൂർണ്ണമായും സംഘടന ഏറ്റെടുക്കുമെന്ന് ഞാൻ ഉറപ്പ് കൊടുത്തതാണ്. ഇപ്പോഴും അതിന് റെഡിയാണ്. ഇപ്പം നിങ്ങളോട് ഈ സംസാരിക്കുന്ന സമയത്തും അവിടെ ഒരു വീടും സൗകര്യവും വെച്ച് അത് ഞങ്ങളായിട്ട് ഒന്നും ചെയ്യില്ല എന്ന് പറയുന്നതിനോട് നമുക്ക് ചോദിക്കാൻ വേണ്ടി കഴിയില്ല. ഒരു തെളിവും കിട്ടുന്നെങ്കിൽ അത് നിങ്ങൾ നശിപ്പിച്ചാൽ, അത് നിങ്ങൾ കൊടുത്താൽ, കടക്കാർക്കത് വീതിച്ചു കൊടുത്താൽ പിന്നീട് വേണ്ടുന്ന നിങ്ങൾക്ക് കയറി കിടക്കാൻ ഒരു വീടാണ്. ആ വീടും സ്ഥലവും ഞങ്ങൾ ഒരു 3 മാസം കൊണ്ട് ഞങ്ങൾ നിർമ്മിച്ച് നൽകും. ഇപ്പോഴും പറയുന്നു, നിർമ്മിച്ച് നൽകും. പിന്നെ വേണ്ടുന്ന ജീവിക്കാൻ ഒരു തൊഴിലാണ്. ആ തൊഴിൽ 15 ദിവസം കൊണ്ട് ഞങ്ങൾ ചെയ്തു കൊടുക്കും. ഇപ്പോഴും വന്നോട്ടെ, ഇപ്പോഴും അത് ചെയ്തു കൊടുക്കും. പക്ഷേ കൊടുക്കാനുള്ളവരോട് വിളിച്ച് നല്ല വാക്ക് പറയണം. കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ കയ്യിലുള്ളതല്ലേ കൊടുക്കാൻ കഴിയും. അത് കൊടുത്തിട്ട് കാലിയായിട്ട് ഇങ്ങ് വന്നോട്ടെ. തൊഴിലല്ലേ വേണ്ടത്. ഞങ്ങളൊരു തൊഴിൽ ഇട്ട് കൊടുക്കും, അവരതുകൊണ്ട് ജീവിച്ചോട്ടെ, ഞങ്ങൾക്ക് തിരിച്ചൊന്നും തരണ്ട. വീടും സ്ഥലവും ഒരുപക്ഷെ വലിയ കോടികളുടേത് കഴിഞ്ഞൊന്നും വരില്ല. ആ കുടുംബത്തിന് കയറി കിടക്കാൻ, തലചായ്ക്കാൻ ആവശ്യമായ ഒരു സംവിധാനം ഇപ്പോഴും വ്യാപാരി വ്യവസായ ഏകോപന സമിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഒരുക്കി കൊടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബന്ധപ്പെട്ടവർ അതിന് മാനസികമായി ഒരുങ്ങി എപ്പം വന്നാലും അത് ചെയ്തു കൊടുക്കും. വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്നത് ഒരു വിശ്വാസത്തിൻ്റെ അടയാളം കൂടിയാണ്. സംസ്ഥാനത്തെ വ്യാപാരികളെല്ലാം ഒരു സംഘടനയ്ക്ക് കീഴിൽ അണിനിരന്നതും ആ വിശ്വാസത്തിൻ്റെ പുറത്താണ്. ടി നസറുദ്ദീൻ എന്ന നേതാവ് കൊളുത്തിയ ആ ദീപം ഇന്നും അണയാതെ സൂക്ഷിക്കുന്നുണ്ട് അതിൻ്റെ പിന്നണി പോരാളികൾ. അതുതന്നെയാണ് ആ സംഘടനയുടെ കരുത്തും. പല സ്ഥലങ്ങളിലും പല രീതിയിലുള്ള തെറ്റായ പ്രവണതകൾ ഉണ്ടായപ്പോഴും ഈ സംഘടന ഇടപെട്ടിട്ടുണ്ട്. സ്വത്തുകൾ വിറ്റിട്ടായാൽ പോലും ആ ബാധ്യതകൾ തങ്ങൾ തീർത്തു കൊടുക്കും എന്ന് ഒരു സംഘടന പറയുന്നുണ്ടെങ്കിൽ അതും മാതൃകാപരമാണ്. എന്തായാലും വ്യാപാര മേഖല കടുത്ത പ്രതിസന്ധിയിലാണ്. നിലനിൽപ്പിന് പോലും അത് ബാധിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ
സർക്കാർ സംവിധാനങ്ങളാണ് കാണേണ്ടത്. നമ്മുടെ ഉദ്യോഗസ്ഥരാണ് പ്രത്യേകിച്ച് ഇത് നിരീക്ഷിക്കേണ്ടത്. ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ വലിയൊരു പ്രതിസന്ധിയാണ് ഉണ്ടാകാൻ പോകുന്നത്. കേരളത്തിൽ വ്യാപാരികൾ നൽകുന്ന അത്രയും തൊഴിൽ, വ്യാപാര സ്ഥാപനങ്ങൾ നൽകുന്ന അത്രയും തൊഴിൽ മറ്റാർക്കും ഇതുവരെ നൽകാനും കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം സർക്കാർ മറക്കരുത്. ആ കാര്യങ്ങളൊക്കെയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കണ്ണൂർ ജില്ലാ പ്രസിഡന്റുമായ ദേവസ്യ മേച്ചേരി നമ്മളോട് വിശദീകരിച്ചത്. രാഷ്ട്രീയ കാര്യങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്രയും കാര്യങ്ങൾ കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവറിൽ കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിച്ച ദേവസ്യ മേച്ചേരിക്ക് കണ്ണൂർ വിഷന്റെ എല്ലാവിധ ഭാവങ്ങളും തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിന് ശോഭിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുകയാണ്. അടുത്ത ഒരു അതിഥിയുമായി നമുക്ക് അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.